നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി വായിച്ച ആ കുറിവാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-15 വാക്യമാണ് നമ്മുടെ പ്രസംഗത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. ആ ഭാഗം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോ ദൈവസഭയാകുന്ന തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങളെ ഈ രക്ഷയിലേക്ക് ദൈവം വിളിച്ചത് ഇന്ന് ലോകം നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഈ മായ ഓഫറുകൾക്ക് വേണ്ടിയല്ല ഈ രക്ഷയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചത്. മറിച്ച് നാം ഏതുവിധേനയും മഹത്വം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ മഹത്വം പ്രാപിക്കണമെങ്കിൽ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഉറച്ചു നിന്ന്, പിന്നെ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. അപ്പൊ വാക്കിനാലോ ലേഖനത്താലോ ദൈവ കുഞ്ഞുങ്ങൾക്ക് പ്രമാണം നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ മഹത്വം പ്രാപിക്കുള്ളൂ എന്നാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ലേഖനങ്ങൾ, എന്താണ് ഈ ഉപദേശങ്ങൾ, എന്താണ് ഈ പ്രമാണങ്ങൾ? ഈ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഉൽപ്പത്തി മുതൽ നമ്മളിങ്ങനെ അടുക്കടുക്കായി ചിന്തിച്ചു. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് അപ്പസ്തോല പ്രവൃത്തിയിൽ അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിച്ച് അത് നിമിത്തം രക്ഷിക്കപ്പെട്ടൊരു കൂട്ടത്തെ സ്വർഗം സഭ എന്ന് വിളിച്ചു. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കി അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു. അവർ മാനസാന്തരപ്പെടുന്നു, അവർ രക്ഷയിലേക്ക് വരുന്നു. ആ കൂട്ടത്തെ കർത്താവ് സഭ എന്ന് സംബോധന ചെയ്യുന്നു. അതിനുശേഷവും അപ്പോസ്തലന്മാർ പിന്നെയും എന്ത് ചെയ്തു? അവർ പ്രസംഗിച്ചില്ലേ? അവർ പിന്നെയും പ്രസംഗിച്ചു. ബൈബിൾ പറയുന്നു, അവർ പ്രസംഗിച്ച വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവം ഉറപ്പിച്ചും പോന്നു. ശരിയാണോ? ശരിയാ. ആ ദൈവപ്രവർത്തി ഇന്നും ചെയ്യുവാൻ ദൈവം മതിയായവനാണ്. ഒന്നുകൂടെ പറയാം. ചിലർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മൾ ഈ അത്ഭുതത്തിനും അടയാളത്തിനും സൗഖ്യത്തിനുമൊക്കെ എതിരാണോ എന്ന് ചിന്തിക്കുന്ന ഐറ്റങ്ങൾ പലരും ഉണ്ട്. എന്നാൽ ശ്രദ്ധിച്ചോ, വേദപുസ്തകം പറയുന്ന ഒരു കാര്യത്തെയും നിഷേധിക്കാൻ നമ്മളാണല്ല. വേദപുസ്തകം പറയുന്നു, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വചനത്തെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ഉറപ്പിച്ചും പോന്നു. ആ ദൈവപ്രവർത്തി ഇന്നും നാളെയും കാഹളം ധ്വനിക്കുന്ന നിമിഷം വരെയും ചെയ്യുവാൻ നമ്മൾ സേവിക്കുന്ന ദൈവം മതിയായ ദൈവമാണ്. അതിലിവിടെ ആർക്കും തർക്കമില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു മർമ്മം അവിടെ ഉണ്ട്. എന്തെന്നറിയാമോ? അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു. ചോദ്യം, ആരുടെ മുമ്പിൽ, എന്തിനു വേണ്ടി? ഇത് നമ്മൾ ആരും ചിന്തിക്കത്തില്ല. നമുക്ക് അത്ഭുതം കാണണം, കൂടെ കാണണം. അങ്ങനെ എവിടെങ്കിലും അത്ഭുതം കണ്ടാൽ മതിയെങ്കിൽ ലോകത്തിൽ അത്ഭുതം നടക്കുന്ന ഏതെല്ലാം സ്ഥലമുണ്ട്. എന്തേ നമ്മൾ പോകാത്ത? അപ്പോൾ വേദപുസ്തകത്തിന് ഓരോ പ്രവർത്തിക്കും ഓരോ മാനദണ്ഡമുണ്ട്. എന്താ? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ദൈവം ഉറപ്പിച്ചു. ആരുടെ മുമ്പിൽ, എന്തിന്? 2 കാര്യം. ഒന്ന്, യേശുക്രിസ്തുവിനെ വാഗ്ദത്ത മശികയായി അംഗീകരിക്കാതെ അവനെ തള്ളിക്കളഞ്ഞ, ക്രൂശിച്ചു കൊന്ന യഹൂദന്റെയും പോരാ, യഹൂദനല്ലാതെ അവിടെ വന്നുകൂടിയ സകല ജനത്തെയും ബൈബിൾ വിളിക്കുന്ന പേരെന്താ? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സെക്ഷനിൽ. യഹൂദനല്ലാത്ത സകലരെയും ദൈവം വിളിച്ചിരിക്കുന്നത് എന്താ? ജാതികൾ. അപ്പോൾ വന്നുകൂടിയ യഹൂദന്റെയും അത് യഹൂദനല്ലാത്ത ജാതികളുടെയും നടുവിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിനെ വാഗ്ദത്ത മശികയായി അംഗീകരിക്കാതെ അവനെ ക്രൂശിച്ചു കൊന്നു കളഞ്ഞ യഹൂദന്റെ മുൻപിൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു എന്ന് പ്രസംഗിക്കുകയായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗം. അല്ലേ? നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു, പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷി. ഇതായിരുന്നു അവരുടെ പ്രസംഗം. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, മറ്റുള്ളവർ അടയാളമോ അത്ഭുതമോ ഒക്കെ തിരക്കി നടക്കട്ടെ, ഞങ്ങളുടെ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ ആ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ ഈ അംഗീകരിക്കാതെ അവനെ കൊന്നുകളഞ്ഞ യഹൂദന്റെ മുമ്പിലും വന്നുകൂടിയ ജാതികളുടെ മുമ്പിലും ഇവർ പ്രസംഗിച്ച വചനത്തെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു. അത് ഇന്നും ദൈവം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞത് ശരിയാ. എന്താ കാരണം? അത് നിമിത്തം അപ്പോസ്തല പ്രവൃത്തിയിൽ അത് നിമിത്തം പലരും ആരെ അംഗീകരിച്ചു? യേശുക്രിസ്തുവിനെ
അംഗീകരിച്ചു, സ്വീകരിച്ചു. അത് നിമിത്തം പലയിടത്തും എന്തുണ്ടായി? ദൈവസഭകൾ ഉണ്ടായി. അങ്ങനല്ലയോ ചരിത്രം? അപ്പോസ്തല പ്രവൃത്തി സംഭവങ്ങളാണല്ലോ, ചരിത്രമാണല്ലോ. അനേക ഇടങ്ങളിൽ അനേകർ അവനെ വിശ്വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. എന്താ കാരണം? നമ്മളിൽ പലരും അങ്ങനെ വിശ്വസിച്ചവരാ. ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ സാക്ഷ്യം മൈക്ക് അങ്ങോട്ട് തന്നാൽ നിരത്തിപ്പിടിച്ച് പറയാൻ അനുഭവമുള്ളവർ ഈ ഹോളിനകത്തിരിപ്പുണ്ട്, ഇല്ലേ? ഞാൻ യേശുക്രിസ്തു പ്രവാചകനാണെന്ന് മാത്രം പഠിച്ചു വളർന്നവനാണ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ സഹോദരിക്ക് രോഗാവസ്ഥ വന്നു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, ഓപ്പറേഷൻ ഇല്ലാതെ നിൻ്റെ സഹോദരിയെ ദൈവം വിടുവിക്കുമെന്നും ഉപദേശിമാർ പറഞ്ഞു കേട്ടപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് വിടുവിക്കുമെങ്കിൽ ഒന്ന് അറിയണം എന്ന് പറഞ്ഞ് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായി. യേശു എൻ്റെ സഹോദരിയെ സൗഖ്യമാക്കി. യേശുവിൻ്റെ സൗഖ്യമാക്കി. ആ സൗഖ്യം നിമിത്തമാണ് ഈ യേശുവിനെ കുറിച്ച് ഒന്നറിയാൻ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമെങ്കിലും വീണത്, ഒരു വിത്തെങ്കിലും വീണത്. അതിന് മുഖാന്തരം ആ സൗഖ്യമാണ്. ഞാൻ സൗഖ്യമില്ല എന്ന് പ്രസംഗിക്കാൻ നോക്കുമോ? സൗഖ്യമുണ്ട്. പക്ഷേ അത് നിമിത്തം പിറ്റേ ദിവസം തൊട്ട് യേശുവാണ് ദൈവം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയില്ല. പകരം ഈ യേശുവിനെ കുറിച്ച് പഠിക്കാൻ ഒരു ആഗ്രഹം തോന്നി. ഒരു ബൈബിള് സംഘടിപ്പിച്ചു, ബൈബിള് വായിക്കാൻ തുടങ്ങി, ബൈബിള് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിള് വായിച്ചപ്പോൾ രക്ഷിക്കപ്പെടണമെന്ന് മനസ്സിലായി, രക്ഷിക്കപ്പെട്ടു. ഇതുപോലെ നിങ്ങളിൽ പലരും പല വിടുതലും പല സൗഖ്യത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും മുഖാന്തരത്തിലൂടെ ആയിരിക്കും കർത്താവിനെ അറിഞ്ഞത്. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിലും കാണുന്നത്. ആ ദൈവപ്രവൃത്തി ഇന്നും ദൈവം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നും നമുക്കറിയാം. വടക്കേ ഇന്ത്യയിലൊക്കെ നോക്കേ, ഒന്നുമില്ലാത്ത സാധാരണക്കാരായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പാവങ്ങളായ സഹോദരന്മാരല്ലേ ഉപദേശിമാർ, അപ്പച്ചന്മാർ അങ്ങോട്ട് ചെല്ലുന്നു. ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗിയോ മറ്റേതെങ്കിലും ഒരെണ്ണം മുന്നിൽ വന്ന് ചാടുന്നു. അവർ പ്രാർത്ഥിക്കുന്നു, ദൈവം അവർക്ക് സൗഖ്യം കൊടുക്കുന്നു. ആ ഒറ്റ സൗഖ്യ നിമിത്തം പല ഗ്രാമങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന് സ്പെഷ്യലിസ്റ്റ് ഒന്നും വേണ്ട. അവിടെയാണ് ഒരു വചനത്തിന്റെ പ്രസക്തി. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ. സ്പെഷ്യലിസ്റ്റ് ഒന്നും വേണ്ട. വിശ്വസിക്കുന്ന ആര് പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആരുടെ മുമ്പിലാ? കർത്താവിനെ അറിയാത്ത ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ ഇന്നും വെളിപ്പെടാം, നാളെയും വെളിപ്പെടാം. നമുക്കതിന് തർക്കമില്ല. പക്ഷെ അത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? പലരും ആരെ അറിയുന്നു? കർത്താവിനെ അറിയുന്നു, രക്ഷിക്കപ്പെടുന്നു, അവർ ദൈവസഭയുടെ അംഗങ്ങളായി മാറുന്നു. ഓക്കെ, ഈ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് എന്ത്? ലേഖനങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ദൈവസഭയ്ക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളിൽ സിംഹഭാഗവും എഴുതിയിരിക്കുന്ന ആരാ? പൗലോസ് ആരാ? വെളിപ്പാടുകളുടെ ആധിക്യമുള്ളയാള്, മൂന്നാം സ്വർഗത്തോളം ആത്മാവിൽ എടുക്കപ്പെട്ടയാള്, അതുപോലെ തന്നെ നിഴല് തട്ടിയ രോഗികൾ സൗഖ്യമാകുന്ന കൃപാവരങ്ങളുള്ളയാള്. പോരാത്തതിന് യേശുക്രിസ്തുവിന് ശേഷം മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ച കൃപാവരമുള്ളയാളാണ് പൗലോസ്. ഈ പൗലോസ് ദൈവസഭയ്ക്ക് 14 ലേഖനം എഴുതി. ചോദ്യം നിങ്ങളോട്, ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മിണ്ടുന്നില്ല ആരും. വായിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരത്ഭുതം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു സൗഖ്യം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു വിടുതൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടോ? അതെന്താ ഉപദേശി? അപ്പോസ്തല പ്രവൃത്തി ഇന്ന് ലേഖനത്തിലോട്ട് വന്നപ്പം പൗലോസിന്റെ കൃപാവരമൊക്കെ ആവിയായി പോയോ? എന്തു കഷ്ടമായി പോയി. നല്ല കൃപയുള്ളൊരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ കൃപയെല്ലാം ആവിയായി പോയോ? പൗലോസിന്റെ കൃപയൊന്നും പോയിട്ടില്ല, പൗലോസിന്റെ കൃപാവരവും പോയിട്ടില്ല. പകരം അകത്തു വന്നവന്റെ മുമ്പിൽ ഒരൊറ്റ സൗഖ്യവും വിടുതലും മിറക്കിളും ഒന്നും പ്രൊജക്റ്റ് ചെയ്തില്ല. പകരം പറഞ്ഞൊരു കാര്യമായി എന്നെ ചിന്തിപ്പിച്ചത്. ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുകയാണ്, എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ദൈവമക്കളെ, ഞാനാരാ മോൻ? യൂത്തിക്കോസിനെ ഉയർപ്പിച്ച പുള്ളിയല്ലയോ ഞാൻ അങ്ങോട്ട് ചെന്ന് കൈ വെച്ചതേ ഉള്ളൂ. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ആ കരമടിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. പറഞ്ഞോ? നിങ്ങളാരും മിണ്ടുന്നില്ല. പറഞ്ഞോ? പറഞ്ഞില്ലയോ? പറഞ്ഞില്ല. അയ്യോടാ, യൂത്തിക്കോസിനെ ഉയർപ്പിച്ച പുള്ളി എപ്പഫ്രോദിത്തോസിന് ഒരു സൗഖ്യം പോലും കൊടുക്കാനുള്ള കൃപയില്ലാത്തവനായി പോയോ? അതൊന്നും അവിടെ വിളമ്പിയില്ല. പകരം പൗലോസ് പറഞ്ഞു, ഞാൻ അവനെ രോഗിയായി കണ്ടു, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചു. അത്രയും പറഞ്ഞ ആ ഭാഗം വിട്ടു. ആമേൻ. ഒരൊറ്റ മിറക്കിൾ സഭയ്ക്കകത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ സഭയ്ക്കകത്ത് വരാതെ കിടക്കുന്നവന്റെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുമിരിക്കുന്നു.
ഇന്നും നമ്മുടെ വിഷയം ഇതാണ്. ഇവിടെ കൃപയുള്ളവൻ എന്ത് ചെയ്യണം? ഈ കർത്താവിനെ അറിയാതെ കിടക്കുന്ന ജനത്തിന്റെ ഇടയിലോട്ട് ചെല്ല്. വീര്യപ്രവർത്തികൾ അവിടെ വെളിപ്പെടട്ടെ. അത് നിമിത്തം ലോകം കർത്താവിനെ അറിയട്ടെ. അതാണ് നമ്മുടെ പ്രഖ്യാപനം. അല്ലാതെ അറിഞ്ഞ് അകത്തു വന്നവനെ എല്ലാം കൂടെ 1000-2000 രൂപയുടെ ടിക്കറ്റും വെച്ച് കോൺഫറൻസ് എന്നും പറഞ്ഞ് അകത്ത് കയറ്റി കൊളുത്തു വിട്ടിട്ട് അതിനകത്ത് കിടന്നിട്ട് കുനിഞ്ഞ് നിവർന്ന് നടുവേദന പോയി. ഈ പരിപാടിയൊന്നുമല്ല. നിനക്ക് കൃപയുണ്ടെങ്കിൽ കർത്താവിനെ അറിയാതെ നശിച്ചു കിടക്കുന്ന സമൂഹത്തിലോട്ട് നീ ചെല്ലേ. നിന്റെ കൃപ അവിടെ ഉപയോഗിക്കേ. RCCയിലോട്ട് ചെല്ലേ, മറ്റ് മെഡിക്കൽ കോളേജിലോട്ട് ചെല്ലേ. ഒരൊറ്റ സൗഖ്യം മതി, ആ വാർഡ് മുഴുവൻ രക്ഷിക്കപ്പെടും. നിനക്ക് പ്രാഗൽഭ്യമുണ്ടോ? നിനക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയെക്കുറിച്ച്, കൃപാവരത്തെക്കുറിച്ച് നിനക്കുറപ്പുണ്ടോ? ശങ്കിക്കണ്ട, ചെല്ല്. ഒരു സമൂഹം മുഴുവൻ ഒരാഴ്ച കൊണ്ട് കർത്താവിനെ സ്വീകരിക്കും. അല്ലാതെ അകത്തു വന്ന് നിത്യതയ്ക്കായി കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ പിടിച്ചു കയറ്റി കുനിഞ്ഞ് നിവർന്ന് ഇവിടെ നടുവേദന, അവിടെ ഉളുക്ക്, ഇവിടെ പിരിപ്പ്, കൈ അടിച്ചു സുതിച്ച് വീട്ടിൽ നിന്ന് വീഴാൻ വേണ്ടി മെനക്കെട്ട് വരുന്ന കുറേ പെണ്ണുങ്ങളുമുണ്ട്. ഈ പരിപാടിയൊന്നും പുസ്തകത്തിൽ കണ്ടില്ലെന്നാ പറഞ്ഞേ. സ്തോത്രം. ഒരൊറ്റ വിടുതൽ, ഒരൊറ്റ സൗഖ്യം, ഒരൊറ്റ അത്ഭുതം, ഒരൊറ്റ ലേഖനങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചില്ല. പകരം പറഞ്ഞതോ? നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോസ്തലന്മാരോ യേശുക്രിസ്തു മാത്രമല്ല സൗഖ്യം കൊടുത്തത്. നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം ഈ വിഷയങ്ങൾ. കാരണം ബൈബിളിൽ ഒരുപാട് പേര് സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശുക്രിസ്തു മാത്രമല്ല, പഴയ നിയമകാലം മുതൽ ഏലിയാവ്, എലീശ തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും അത്ഭുതം ചെയ്തുകൊണ്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ബൈബിളിൽ സൗഖ്യം പ്രാപിച്ചവരല്ലാതെ സൗഖ്യം കൊടുത്തവർ അത് പ്രൊജക്റ്റ് ചെയ്തതായി കണ്ടിട്ടുണ്ടോ? ഒന്നുകൂടെ പറയാം, മനസ്സിലായില്ലെങ്കിൽ. ബൈബിളിൽ സൗഖ്യം പ്രാപിച്ചവരല്ലാതെ ഈ സൗഖ്യം കൊടുത്തവർ അവരിത് പ്രൊജക്റ്റ് ചെയ്ത ചരിത്രം കണ്ടിട്ടുണ്ടോ? സൗഖ്യം പ്രാപിച്ചവൻ പറയാൻ പ്രമാണമുണ്ട്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ നിന്നെ തന്നെ പോയി സാക്ഷ്യം കാണിക്കാൻ പറഞ്ഞു. മറ്റല്ല, നമ്മൾ നേരത്തെ വായിച്ചല്ലോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, യോഹന്നാൻ 15:26 എന്താ പറഞ്ഞത്? അവൻ നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്ന്. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശുവിനെ കുറിച്ചും യേശു വിടുവിച്ചതിനെ കുറിച്ചും വിടുതൽ പ്രാപിച്ചവൻ പറയട്ടെ. അതിന് പ്രമാണമുണ്ട്. ഈ വിടുതൽ കൊടുത്തവൻ പറഞ്ഞ ചരിത്രമുണ്ടോ? ഉദാഹരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയാം. പിന്നെ യേശു കർത്താവ് പറഞ്ഞു, പുരുഷാരമെല്ലാം വന്നിട്ടുണ്ടോ? എല്ലാവരും എത്തിയിട്ടുണ്ട് കർത്താവ്. ഇന്നൊരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. എന്തോ കർത്താവ്, ഇന്നലെ ഞാൻ യെരിഹോവിനടുത്തൂടെ ഒന്ന് പോയി. നിങ്ങൾ കേൾക്കണം. ഒരു കുരുടൻ അവിടെ ഇരുന്നുകൊണ്ട് ഒറ്റ നിലവിളിയാ, ദാവീദ് പുത്ര എന്നോട് കാരണം എനിക്കറിയാം പുള്ളിക്ക് സൗഖ്യമാ വേണ്ടതെന്ന്. ഞാൻ അവിടെ നിന്നു. അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. പലരും അവനെ കളിയാക്കി, പക്ഷേ അവൻ നിർത്തിയില്ല കേട്ടോ. പിന്നെ അവൻ വിളിച്ചു, ദാവീദ് പുത്രൻ. എനിക്ക് സങ്കടം തോന്നി. ഞാൻ അടുത്തോട്ട് ചെന്ന് കണ്ണയിലോട്ട് കൈവച്ചു. അവൻ എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. ദൈവമക്കളെ, ഇന്ന് ഏറെ ദൂരം യാത്ര ചെയ്ത് എരിഹോവിന്ന് അവൻ വന്നിരിക്കുകയാണ് സാക്ഷ്യം പറയാൻ. എന്ത് അവനെ കൃത്യമായി എന്ത് കേട്ടോ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞേ. എല്ലാവരും കേട്ടോ പറഞ്ഞേ, എന്തായിരുന്നു അവസ്ഥ? അവിടെ ഇരുന്ന് നിലവിളിക്കായിരുന്നു. എന്നിട്ട് എല്ലാവരും എന്നെ കളിയാക്കി. കളിയാക്കി. എന്നിട്ട് മിണ്ടുന്നില്ലാരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ? എന്തേ നിങ്ങളാരും മിണ്ടുന്നില്ല? കണ്ടിട്ടുണ്ടോ? വേണ്ട. പത്രോസ് ആമേൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക കാര്യം ഇന്ന് നിങ്ങളോട് പറയാൻ പോവുകയാണ്. എന്താ? ഞാനും യോഹന്നാനും കൂടെ വൈകുന്നേരം നടക്കുന്ന ശീലമുണ്ട്. അങ്ങനെ ഇന്നലെ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി. ദൈവമക്കള് പോയ വഴിക്ക് ആ ദേവാലയത്തിൻ്റെ അരികിലൊരു മുടന്തൻ. അവൻ ഞങ്ങളെ നോക്കി. വല്ലോ കിട്ടുമെന്ന് വിചാരിച്ചാൽ പുള്ളി നോക്കിയത്. ഞങ്ങളാരാ മക്കൾ? ഒറ്റ നോട്ടവേ നോക്കിയുള്ളൂ. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി നേരെ ദൂരം യാത്ര ചെയ്ത് ആ മുടന്ത് മാറിയ സാക്ഷ്യം പറയാൻ നമ്മുടെ അടുക്ക് വന്നിരിക്കുകയാണ്. എന്ത് അച്ഛൻ ഇങ്ങോട്ട് വാച്ച? എങ്ങനെ ആരും ഇരുന്നിരുന്ന് പറഞ്ഞു എന്നെ എല്ലാവരും പൊക്കിയെടുത്ത് അവിടെ കൊണ്ടിരുത്തിയിരുന്ന്. തന്നെ നടക്കാൻ ഒക്കത്തില്ലായിരുന്നു. ഇല്ല. കണ്ടോ, തന്നെ നടക്കാൻ ഒക്കത്തില്ലായിരുന്നു. സ്തോത്രം. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. സൗഖ്യമായോ? മഹത്വം ദൈവത്തിന് കൊടുത്ത് വിഷയം വിട്ടു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് യോഹന്നാനും കൂടെ പത്രോസ് യോഹന്നാനോട് കൂടെ നോക്കിയെന്നാ എടുത്ത ഒറ്റ നോട്ടം നോക്കിയുള്ളൂ. മുടന്തൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഇത് കണ്ട ഉടനെ പത്രോസ് യോഹന്നാനും കൂടെ ഞങ്ങൾക്ക് മുടന്തന്മാരെ സൗഖ്യമാക്കാനുള്ള കൃപാവരം കിട്ടി. മുടന്തന്മാരുണ്ടോ? അങ്ങനെ ഇറങ്ങിയോ? അതും കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്റെ പ്രവൃത്തി, നിന്നെ കൊണ്ട് ദൈവം ഒരു പ്രവൃത്തി ചെയ്യിച്ചാൽ
അത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമെങ്കിൽ ദൈവം അടുത്ത സ്ഥലത്ത് എന്ത് ചെയ്യും? മറ്റൊരു പ്രവൃത്തി ദൈവം ചെയ്യും. അത് ദൈവത്തിൻ്റെ ഇഷ്ടം. അത് പ്രൊജക്റ്റ് ചെയ്യുവാൻ, അത് ഉയർത്തി കാണിക്കുവാൻ, അതിൻ്റെ മഹത്വം എടുക്കുവാൻ നമ്മെ അനുവദിച്ചിട്ടില്ല. ഇന്ന് സ്റ്റേജിൽ കയറിയാലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നടത്തായിരുന്നു, ഞാൻ അപ്പുറത്തായിരുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ പോയിരുന്നു, അവിടെ ചെന്നപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഓടി, ഇവിടെ ചെന്നപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഓടി, ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ, ഞാനൊന്ന് കൈവച്ചതേ ഉള്ളൂ. ഞാൻ ആരാ മോൻ? ഞാനൊരു സംഭവമാണ്, എനിക്ക് ഭയങ്കര കൃപയാണ്, ഞാനൊരു ദൈവത്തിൻ്റെ മഹത്വം എടുക്കേണ്ടടുത്ത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ തന്നെത്താൻ മഹത്വം വെളിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇന്ന് ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നുപോയെന്നല്ല, ദൈവത്തിൻ്റെ അത്ഭുതം നിന്നുപോയെന്നല്ല. എന്തേ ഇത് വെളിപ്പെടുന്നില്ല? യഥാർത്ഥമായ ദൈവിക പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ മഹത്വം ദൈവത്തിന് കൊടുക്കണം. അത് കൊടുക്കാത്തത് കൊണ്ട് യഥാർത്ഥമായ ദൈവിക പ്രവർത്തികൾ ഇന്ന് നടക്കുന്നില്ല. നടക്കാത്തത് കൊണ്ട് കൃത്രിമമായി ചെയ്ത് മഹത്വം എടുക്കുവാൻ മാനുഷിക ബുദ്ധിയിൽ ഇവർ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ദൈവപ്രവൃത്തി എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ദൈവം അന്നും ഇന്നും നാളെയും ചെയ്തോട്ടെ, അത് നിമിത്തം ഒരുത്തൻ കർത്താവിനെ അറിയണം. അവിടെ ആ ദൈവത്തിന് മഹത്വം. അപ്പോൾ അവർ പ്രസംഗിച്ച വചനത്തെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു. വീര്യപ്രവർത്തികളൊക്കെ ദൈവം ചെയ്തു. ഇന്നും ചെയ്യട്ടെ, നാളെയും ചെയ്യട്ടെ ദൈവം. അത് നിമിത്തം പലരും കർത്താവിനെ അറിയട്ടെ, ദൈവത്തിന് മഹത്വം. പക്ഷേ അറിഞ്ഞകത്തു വന്നവൻ്റെ അടുത്ത് പിന്നെ അവൻ്റെ അത്ഭുതം പ്രൊജക്റ്റ് ചെയ്തില്ല, പിന്നെ അവൻ്റെ മുഴ പ്രൊജക്റ്റ് ചെയ്തില്ല. അകത്ത് വന്നവൻ്റെ മുഴ തപ്പി നടക്കുന്ന ഒറ്റ അപ്പസ്തോലന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സഹോദരിക്ക് സൗഖ്യമായി, അത് നിമിത്തം ഷമീർ യേശുവിനെ അറിഞ്ഞു, ഇന്ന് സുവിശേഷകനായി നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി എൻ്റെ സഹോദരിക്ക് ഒരു രോഗം വരത്തില്ലേ? യേശു എൻ്റെ സഹോദരിയെ സൗഖ്യമാക്കി, അതുകൊണ്ട് ഇനി രോഗം വരത്തില്ലേ? ഇനിയും രോഗം വരാം, നാളെ ചത്തുപോയെന്നും വരാം. അതൊന്നും വിഷയമല്ല. പക്ഷേ ഒരു ഉറപ്പ് പ്രാപിച്ചു, നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. മഹത്വം പ്രാപിക്കണം. അപ്പോൾ അവർ പ്രസംഗിച്ച വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു. ആ ദൈവപ്രവൃത്തി ഇന്നും ദൈവം ചെയ്യട്ടെ, ദൈവത്തിന് മഹത്വം. പക്ഷേ അറിഞ്ഞ് അത് നിമിത്തം അകത്തു വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് പാപത്തോട് വേർപെട്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. അതുകൊണ്ട് ആ ലേഖനങ്ങളുടെ തലക്കെട്ടിൽ ഗലാത്യ സഭയിലെ വിശുദ്ധന്മാർ, എഫേസ സഭയിലെ വിശുദ്ധന്മാർ, കൊലോസ് സഭയിലെ വിശുദ്ധന്മാർ, കൊരിന്ത് സഭയിലെ അങ്ങനെയല്ലയോ തുടങ്ങുന്നേ? ആരാ വിശുദ്ധന്മാർ? സമുദായക്കാരെ ചെയ്യുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരെ വർഷാവർഷം വിശുദ്ധനാക്കി കണ്ണാടിക്കൂട്ടിനകത്ത് കയറ്റി ATM കൗണ്ടർ അടിച്ച് ജംഗ്ഷനിൽ ഇരുത്തുന്ന പരിപാടിയല്ല. ബൈബിള് വിശുദ്ധൻ എന്ന് വിളിക്കുന്നത് ആരെയാ? കൃപയാലുള്ള രക്ഷ പ്രാപിച്ച് വിശ്വാസം സ്വീകരിച്ച് ആത്മനിറവ് പ്രാപിച്ച് പാപത്തോട് വേർപെട്ട് ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ സ്വർഗം വിളിച്ച പേരാണ് വിശുദ്ധന്മാർ. ആ വിശുദ്ധന്മാർക്ക് എഴുതപ്പെട്ട ലേഖനങ്ങൾ, ആ ഒറ്റ ലേഖനങ്ങളിലും ഒരത്ഭുതം പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, ഒരു വിടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ നിർബന്ധം പള്ളിക്കകത്ത് ഇതൊക്കെ കണ്ടേ പറ്റുമെന്ന്. എന്ത് ചെയ്യും? അകത്ത് വന്ന പള്ളിക്കകത്ത് നമുക്കിതൊക്കെ കാണണം, കണ്ടാലേ ഒരു രസമുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നടി ഈ മീറ്റിംഗ്? എന്നാ മീറ്റിംഗ് ആയിരുന്നു അമ്മാമേ. പിന്നെ എന്തൊരു ഉണർവായിരുന്നറിയാം. ആണോ? എന്ത് ഉണർവ്? 4 പേരാ വീണത്. അപ്പം ആ ലെവലിലേക്ക് മാറി. ഉണർവെന്ന് പറഞ്ഞാൽ 4 പേര് താഴോട്ട് വീഴണം. തലവേദനയാ പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വരുന്ന പെണ്ണുമ്പിള്ളെ തെള്ളിയിട്ട് നടുവേദനയും കൂടെ ഉണ്ടാക്കണം. അതിൻ്റെ പേരാണ് ഉണർവെന്ന് ഇന്ന് പഠിച്ചു വെച്ചേക്കുന്നത്. പിതാക്കന്മാർ തല നരച്ചവരോട് ഇരിപ്പുണ്ട്. ചോദിക്കണം അവരോട്, എന്തോ പാസ്റ്ററെ ഉണർവ്? ഓരോ വചന ശുശ്രൂഷ കഴിയുമ്പോഴും കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പ് സമർപ്പിക്കാമെന്ന് പറഞ്ഞ് ദൈവദാസൻ പ്രാർത്ഥനയ്ക്ക് മൈക്കെടുക്കുമ്പോൾ വചനം കേട്ട ദൈവജനം മുട്ടുമ്മയിലിരുന്ന് നെടുവീർപ്പിട്ട് നെടുമ്പാട് നിലവിളിച്ച് കരയുന്ന അനുഭവത്തെയാ പിതാക്കന്മാർ ഉണർവെന്ന് വിളിച്ച്. വചനം കേൾക്കുമ്പോൾ ചങ്ക് കത്തും, നിലവിളി തുടങ്ങും, ഒരേറ്റു പറയും, അനുതാപത്തിലേക്ക് വരും. ആ അനുഭവത്തെ ആ ഉണർവെന്ന് വിളിച്ച്. അല്ലാതെ സ്റ്റേജിൽ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തി ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിച്ച് പ്രാപിച്ചോ പൊട്ടട്ടെ കത്തട്ടെ എന്ന് പറഞ്ഞ പരിപാടിയല്ല ഉണർവ്. വചനം അകത്ത് പരിവർത്തനം ഉണ്ടാക്കണം, അതിൻ്റെ പേരാ ഉണർവ്. ഒരൊറ്റ ലേഖനത്തിൽ ഈ തരത്തിലൊന്നും കണ്ടില്ല. പകരം പറഞ്ഞതോ ഗലാത്യ സഭയോട് പറയുകയാണ്, ആകയാൽ ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, ആഭിചാരം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളോട് പിന്നെയും പറയുന്നു. മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളോട്. ചോദ്യം, ആരോടായി നിങ്ങളോട്? പറയങ്ങോട്ടെ, ആരായി നിങ്ങളോട്? നിങ്ങളോട് പൗലോസ് പറഞ്ഞു. ആരോടാ നിങ്ങളോട്? ഗലാത്യ സഭയിലെ
വിശ്വാസികളായ വിശുദ്ധന്മാരോട്. അപ്പൊ അകത്തു വന്ന് വിശ്വാസികളായി വിശുദ്ധന്മാരായി ഇരിക്കുന്നവരോട് പറയുകയാണ്, ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പകപിണക്കം, ആഭിചാരം, ജാരശങ്ക, ക്രോധം, ചാട്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് നിങ്ങളോട്. ഇത് കേട്ടപ്പോൾ സഭയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. കമ്മിറ്റി അങ്ങ് എഴുന്നേറ്റു. പൗലോസ് നിർത്തണം, എന്തോ പോയി പറയുന്നു? രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് 2 തമ്പേർ അടിച്ചു പൊട്ടിച്ചു, 3ാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ച ടീമാണ് ഞങ്ങളോട് വന്നിട്ടാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളും കൊണ്ട് വന്നേക്കുന്നത്. പോടും, വല്ല ഗുണപ്പെടാത്ത ശങ്കരനോടോ മാധവനോടോ പോയി പറഞ്ഞോ? അതോ ആ ലേഖനം വെട്ടിക്കളഞ്ഞ് വേണ്ടാന്ന് വെച്ചോ? ഇല്ല. അകത്തു വന്നവനാണ് മര്യാദയ്ക്ക് ജീവിക്കേണ്ടത്. അകത്തു വന്നവനാണ് ഇനി പലതിനോടും വേർപാട് പാലിക്കേണ്ടത്. അകത്തു വന്നവനാണ് വേർപാടുള്ളത്. ഒറ്റ വാക്കി പറഞ്ഞ കുഞ്ഞേ, രക്ഷിക്കപ്പെടുന്നത് വരെ നിനക്കെങ്ങനെയും ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. രക്ഷിക്കപ്പെട്ട അകത്തു വന്നോ എങ്ങനെയും ജീവിക്കാൻ പ്രമാണമില്ല, എങ്ങനെയും ജീവിക്കാൻ വകുപ്പില്ല. വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണത്തെ അനുസരിച്ച് ജീവിച്ചെങ്കിലേ മഹത്വം പ്രാപിക്കത്തുള്ളൂ. അല്ലേ പിന്നെ അപ്പസ്തോല പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കാര്യം, വെളിപ്പാടും കൂടെ എഴുതിയിട്ട് ബൈബിൾ എന്ത് ചെയ്യണമായിരുന്നു? കാരണം അപ്പസ്തോല പ്രവൃത്തിയിലെ പ്രവൃത്തി അത്ഭുതം കണ്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പള്ളി വന്നു. കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് വരും, പോവും. ഇതിനിടയ്ക്ക് എന്തിനാ ഈ ലേഖനത്തിൽ ഇത്രയും കർക്കശമായി ഇതൊക്കെ എഴുതി വെച്ച്? ആർക്കനുസരിക്കാൻ? മുങ്ങിപ്പൊങ്ങിയാ പോകുമല്ലോ, പിന്നെ ഈ ലേഖനം എന്തിനാ? പോരാ കുഞ്ഞേ. മുങ്ങിപ്പൊങ്ങിയോണ്ട് കാന്തം വരുമ്പം ചില കാന്തം ഇങ്ങനെ കാണിക്കുമ്പോൾ പിന്ന് കയറി പിടിക്കുന്ന പോലെ പറന്നു പോകുന്നൊക്കെ നല്ലതാ. പക്ഷേ അതിന് പ്രമാണം വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് ജീവിക്കുകയും കൂടെ വേണം. അമേൻ. അകത്തു വന്നവന് വാക്കിനാലോ ലേഖനത്താലോ പ്രമാണമുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരുത്തം പറഞ്ഞു, ഈ രക്ഷ സൗജന്യമാ, രക്ഷ ഫ്രീയാ. ഈ ചില ഉപദേശിമാരുണ്ട്, എന്നെക്കുറിച്ചായിരിക്കും പറഞ്ഞത്, ചില ഉപദേശിമാരുണ്ട് കവലയിലൊക്കെ ഇറങ്ങി നിന്നിട്ട് രക്ഷ സൗജന്യമാണ്, ഫ്രീ ആണെന്ന് പറഞ്ഞ് വിളിക്കുമെന്ന്. എന്നെക്കുറിച്ചായിരിക്കും, ഞാനാണല്ലോ കവലയിൽ നിൽക്കുന്ന ആൾ. അപ്പോൾ ഇങ്ങനെ വിളിക്കുക ഈ വിശ്വാസികളെയൊക്കെ കൊണ്ടുവന്ന് അവരെ പള്ളിക്കകത്ത് കൊണ്ട് കയറ്റും. പള്ളി വന്നു കഴിയുമ്പോൾ എന്ത് പറയും? നിബന്ധനയുണ്ട്, നിയമമുണ്ട്, പ്രമാണമുണ്ട്, ഉപദേശമുണ്ട്, ഇങ്ങനെ പറഞ്ഞ് ഇവരെ പറ്റിക്കുക. അങ്ങനൊന്നും പറയാൻ പാടില്ല. ഫ്രീ ആയിട്ട് കിട്ടിയ രക്ഷ ആയിട്ട് അകത്ത് വന്നവരെ ഫ്രീ ആയിട്ട് വിട്ടേക്കണമെന്ന് അതിന് പുള്ളി പറയുന്ന പേരാണ് കൃപയെന്ന്. ഫ്രീ ആയിട്ട് വിടുന്നതാണ് കൃപ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കണേ, അപ്പൊ ഫ്രീ ആയിട്ട് അങ്ങ് വിടണം. അവരുടെ മേലെ പിന്നെ നിയമം, ഉപദേശം. ഫ്രീ ആയിട്ടല്ലയോ അകത്ത് കയറ്റിയത്? ഞാൻ പറയട്ടെ, രക്ഷ ഫ്രീ അല്ല. ഞങ്ങളൊക്കെ 5000 രൂപ വീതം എണ്ണി കൊടുത്താൽ രക്ഷിക്കപ്പെട്ടെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മളാരും പറഞ്ഞിട്ടില്ല. രക്ഷ ഫ്രീയാ, രക്ഷ സൗജന്യമാണ്. പക്ഷേ സൗജന്യമായി രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെയും ജീവിക്കാൻ പ്രമാണമില്ല. ഇപ്പം നിങ്ങൾ യോഗം കഴിഞ്ഞ് ഇവിടുന്ന് പിന്നെ ബസ് കാത്ത് നിൽക്കുക, എവിടെ പോകണം? അങ്ങോട്ട് പിന്നെ ലണ്ടനിലോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ ബസ് വന്ന് നിന്നു. ചോദ്യം നിങ്ങളോട്, ബസ് അല്ലെങ്കിൽ മെട്രോ, അങ്ങോട്ട് ഈ ബസ്സിലോട്ട് കയറാൻ കാശ് കൊടുക്കണോ അതോ കയറ്റം ഫ്രീ ആണോ? എങ്ങനെയാ? ബസ്സിലോട്ട് കയറാൻ കാശ് കൊടുക്കണോ അതോ കയറിയിട്ട് കൊടുത്താൽ മതിയോ? കയറിയിട്ട് കൊടുത്താൽ. കയറ്റം ഫ്രീയാ. കറുത്തവനും കയറാം, വെളുത്തവനും കയറാം, ഹിന്ദുവിനും കയറാം, മുസൽമാനും കയറാം, കണ്ണുള്ളിയതിനും കയറാം, പല്ല് തെള്ളിയനും കയറാം, എല്ലാത്തിനും കയറാം. കയറ്റം ഫ്രീയാ. മുടന്തനും കയറാം, ചട്ടുകാലിന് കയറാം, ചെകടന് കയറാം, ആർക്കും കയറാം. കയറ്റം ഫ്രീയാ. പക്ഷേ ലണ്ടനിൽ ഇറങ്ങണോ? കയറിക്കഴിഞ്ഞാൽ 1 ടിക്കറ്റ് എടുക്കണം. വേണ്ടേ? 2 കയ്യും തലയും പുറത്തിടരുത്. 3 പുകവലി പാടില്ല. 4 പെണ്ണുങ്ങളുടെ മടിയിൽ കയറി ഇരിക്കരുത്. ഇതൊക്കെ അകത്ത നിയമങ്ങളാണ്. ഇതനുസരിച്ചാൽ നിനക്ക് എവിടെ ഇറങ്ങാം? സമാധാനത്തോടെ ലണ്ടനിൽ ഇറങ്ങാം, അല്ലേ? എന്നെ ഫ്രീ ആയിട്ടല്ലേ കയറ്റിയെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ മടിയിൽ കയറി ഇരുന്നാലോ ആമ്പിള്ളേർ അടിച്ചെടുത്ത് ദൂരോട്ട് കളയും. ശരിയാണോ? അപ്പോൾ കയറ്റം ഫ്രീ അല്ലായിരുന്നു. അതെ. അപ്പം അകത്തു കയറിയത് ഫ്രീ ആയിട്ടാണ്. പക്ഷെ അകത്ത് നിയമത്തിനനുസരിച്ച് ജീവിക്കണം, പ്രമാണമനുസരിച്ച് ജീവിക്കണം. ദാണ്ട തിരുവനന്തപുരത്ത് നിയമസഭയുടെ മന്ദിരം തുറന്നു കിടക്കുക. ഗേറ്റ് രാവിലെ അവർ തുറന്നങ്ങിടും, ഒരു പ്രശ്നവുമില്ല. ഇന്ത്യൻ പൗരത്വമുള്ള ഏതൊരുത്തനും അതിനകത്തോട്ട് കയറാം. 5 പൈസ കൊടുക്കണ്ട, കയറ്റം ഫ്രീയാ. ഒരു പ്രശ്നം, ആർക്കും കയറാം. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അകത്തോട്ട് വേണേൽ കയറാം. കയറുന്നതിന് ആരും തടസ്സമൊന്നുമില്ല. പക്ഷേ
ഗേറ്റിനകത്തോട്ട് ഒരു കാലെടുത്ത് വെച്ചാൽ തുടങ്ങും നിയമം. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 സെക്യൂരിറ്റി ഓടി വന്നിട്ട് പറയും ID കാർഡ് കാണിക്കാൻ പറയും. അത് കാണിച്ചു, ഓക്കെ, ഇനി പോക്കോ, അകത്തോട്ട് കയറി നേരെ സ്പീക്കറുടെ കസേര ചെന്നിരിക്കാൻ നോക്കൂ? അതൊന്നും നോക്കത്തില്ല. അതിനകത്ത് പല നിബന്ധനകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് എവിടാന്ന് വെച്ചാൽ അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് കേട്ടേച്ച് പൊക്കോണം, അതേ ഒക്കത്തുള്ളൂ. അല്ല എന്നെ ഫ്രീ ആട്ടാ കയറ്റിയെന്ന് പറഞ്ഞ് സ്പീക്കറുടെ കസേര കയറി ഇരിക്കാൻ നോക്കൂ? ലോകത്തിന്റെ നിയമം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ നിയമം, കടികെട്ടി വ്യത്യാസമില്ലാത്ത ദൈവത്തിന്റെ നിയമം, അതിനകത്ത് രക്ഷ ഫ്രീയാ. രക്ഷിക്കപ്പെട്ട അകത്തു വന്നവൻ എങ്ങനെയും ജീവിക്കാം, പ്രമാണമില്ല. അകത്തു വന്നവൻ പകല് സമയത്തൊന്ന പോലെ മര്യാദയ്ക്ക് ജീവിക്കണമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ആമേൻ. അപ്പൊ ജഡത്തിന്റെ പ്രവർത്തികൾ അകത്തു വന്നവന്റെ ഉള്ളിൽ കാണരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഷമീറിന്റെ വാക്കല്ല, പൗലോസിന്റെ വാക്ക്. അകത്തു വന്നവനോട്. ഇനിയും കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത് എന്ന് വായിച്ചു കൊടുത്തേ. 1 കൊരിന്ത് ലേഖനം 10:1 വേഗം വായിച്ചു. 1 കൊരിന്ത് ലേഖനം 10:1 ഓടിവാ. മൈക്കില് വായിച്ചു. സഹോദരന്മാരെ നിൽക്കണേ. പൗലോസിന്റെ ലേഖനങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചാൽ പല ഭാഗത്തും ഇദ്ദേഹം ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നറിയാമോ? എന്തോ വച്ചാ ഒന്ന് പറഞ്ഞേ. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച, ഈ വിളിക്കുന്നയാൾ ആരാ? റോമ പൗരത്വമുള്ള പുള്ളിയാ. പാരമ്പര്യം ഇഷ്ടം പോലെ അവകാശപ്പെടാനുള്ള ആളാ. പുള്ളിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ 100 കണക്കിന് യോഗ്യതകൾ പറയാനുണ്ടായിരിക്കുന്ന ഒരു മനുഷ്യനാ പൗലോസ്. ആ പൗലോസ് കൊരിന്തിൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെ വിളിക്കുക. എന്തുവാ? അകത്തൊരു വെളിപ്പാടുള്ളവനെ അങ്ങനെ വിളിക്കാൻ ഒക്കത്തുള്ളൂ. മനസ്സിലായോ? ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിനകത്ത് ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു പിശാചാണ് ഈ വകതിരിവെന്ന് പറയുന്നത്, തരംതിരിവ്. അകത്ത് വന്നിട്ടും കറുപ്പ് വെളുപ്പ് സുറിയാനി മറിയാനി പിന്നെ കൊടവയറ് ബെൽറ്റ് കൂടിയവൻ കുറഞ്ഞവൻ കറുത്തവൻ വെളുത്തവൻ എല്ലാ തരംതിരിവുമായിട്ട് യഥാർത്ഥമായി ഗുണപ്പെടാതെ ഒരുപാടെണ്ണം അകത്ത് കയറി. അതുകൊണ്ട് കറുത്തവന് പാക്കിലും വെളുത്തവന് മുളക്കുഴയിലും ആയി കിടക്കുക. എന്തോ മനസ്സിലായി? മേപ്പോട്ട് പോകാനിരിക്കുക, ചുമ്മാതെന്ന് പോകത്തെ ഒന്നുമില്ലെന്ന്. എവിടെ പോവാനാ? ഈ വെളിപ്പാടകത്ത് വേണം. ഈ ലോകത്തിലെ രക്തബന്ധങ്ങൾ 6 അടി മണ്ണ് കൊണ്ട് ഇഡലിയും സാമ്പാറും വെച്ച് അവസാനിക്കുമ്പോൾ അവിടം കൊണ്ട് അവസാനിക്കാതെ നിത്യത വരെ തുടരുന്ന ഒരു രക്തബന്ധമാണ് കാൽവരിയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെന്ന് അകത്ത് ദർശനമുള്ള ദൈവ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ എൻ്റെ സഹോദരനാ എൻ്റെ സഹോദരിയാന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. അകത്തൊരു ദർശനം വേണം. കാൽവരിയുടെ രക്തത്താലുള്ള രക്തബന്ധം, റിയൽ ബ്ലഡ് റിലേഷൻ, അത് യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട രക്തബന്ധമാണ്. അതിലേ നമ്മൾ പാടുന്ന പിരിയോ ഇല്ലേ? പിരിയാതിരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, അകത്തൊരു ദർശനം വേണം. സഹോദരന്മാരെ, എത്ര സ്ഥലത്താണ് വിളിച്ചേക്കുന്നത്? എങ്ങനെ സഹോദരന്മാരെ? ഒരു ഭാഗവും ഒരു പൊങ്ങച്ചവും പറയാനില്ല. അദ്ദേഹം വിളിക്കുക സഹോദരന്മാരെ. സ്തോത്രം. അനേക സഭകളിൽ സ്നേഹമില്ല ദൈവമക്കളെ. ആമേൻ. ഒരു കൈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഒരു കൈ പ്രൈസ്തലോടെന്നൊക്കെ പറയും, കൈ ഇന്നൊരു കൈ കൊടുക്കാൻ പോലും പലർക്കും മനസ്സില്ല. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മോഡി വന്നതിന് ശേഷം പണമിടപാടൊക്കെ പോയി ഇപ്പോൾ എല്ലാം ഉരപ്പിക്കുക. പച്ചക്കറിക്കാർ വരെ ഇപ്പോൾ ഉരയ്ക്കുക. അപ്പോൾ ഈ ഉരയ്ക്കുന്ന രീതി നിങ്ങൾക്കറിയാമല്ലോ. ഈ ATM പരിപാടി, ഈ കാർഡ് അങ്ങോട്ടും വളയരുത് ഇങ്ങോട്ടും വളയരുത്, കണ്ട ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ എടുക്കണം, എന്നാലേ എന്ത് കിട്ടൂ? പണം കിട്ടും. ഇതുപോലെ ഇപ്പോൾ ചിലരുടെ സ്വോത്രവും നമ്മളെ കാണും, ഉരയ്ക്കുക, ഉരച്ച് ശീലമായിപ്പോണ്ട്. ബ്രദറെ ഒരയ്ക്കുക, മാളത്തിൽ കൈയിടുന്ന പോലെ ഒരയ്ക്കുക. ഒരു കൈ പിടിച്ച് ഒരു സ്തോത്രം പറയാൻ, ഒന്ന് ചിരിക്കാൻ അതിനുപോലും മനസ്സില്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഒരു കൈ കൊടുക്കുന്നതിന് ഈ പുസ്തകത്തിൽ പ്രമാണമുണ്ട്, വായിച്ചിട്ടുണ്ടോ? എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പോലെ നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തോട് പരമാർത്ഥമായിരിക്കുന്നുവോ? ഉവ്വ്. അങ്ങനെയെങ്കിൽ കൈ തരിക, അങ്ങനെയെങ്കിൽ മാത്രം. ഇന്ന് കൈ തരുന്ന കേട്ടു, അവിടുത്തെ കമ്മിറ്റി ആവട്ടറാ, നിനക്കുള്ള വെച്ചിട്ടുണ്ടോ? ഇതാ കൈ. സ്നേഹമില്ല.
പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന കൂട്ട് സഹോദരനോട് സ്നേഹമില്ല. ഞാൻ യൂത്തിന് ക്ലാസ് എടുക്കുന്ന ഒരു സമയം പിള്ളേർക്ക് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാമെന്ന വിഷയം പറഞ്ഞപ്പം ഞാൻ ചിലയിടത്തൊക്കെ എഴുതിയിട്ടുണ്ടത് അനുഭവത്തിൽ. പലയിടത്ത് ഒരു സ്ഥലത്ത് ചോദിച്ചു 100 ആടുണ്ട്, ഒന്ന് കാണാതെ പോയി, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഒരുത്തൻ പറഞ്ഞു പിള്ളേരല്ലയോ. അവർ പറഞ്ഞു എന്തും പറയാമോ? ഞാൻ പറഞ്ഞു എന്തും പറയാം, ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു ഞാനങ്ങ് വോട്ടൊന്ന് വെക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ആനാടാ? അത്യാഗ്രഹിയൊന്നുമല്ല, ഞാൻ 99 ഉണ്ടല്ലോ, എനിക്കത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരുത്തൻ പറഞ്ഞു ഞാനാണ് തിരക്കി പോകും അങ്ങളെ. ഞാൻ ചോദിച്ചു ആനാടാ നീ തിരക്കി പോകുന്ന? അവൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. അല്ല ഒന്നിനും വിലയുണ്ടെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചു, അതുകൊണ്ട് തിരക്കി പോകുന്നു. മിടുക്കൻ. അപ്പം മൂന്നാമത്തെ ഒരു കാന്താരി അവൻ പറഞ്ഞേ അങ്കളെ ഞാനാണെങ്കിൽ ഈ പോയ ആടിനെ കുറിച്ച് ഒന്ന് പഠിക്കും. അപ്പോൾ എനിക്കത് കത്തിയില്ല, മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു എന്നാടാ പഠിക്കുമെന്ന് പറയുന്നത് എന്തുവാ? അവൻ പറഞ്ഞു അല്ലങ്കളെ ഈ പോയ ആടിനെ കുറിച്ചൊരു പഠനം നടത്തും. എന്ത് പഠനം? നല്ല കറവയും നല്ല ഇറച്ചിയും ഉള്ള ആടാണെങ്കിൽ ഞാൻ തിരക്കി പോകുമെന്ന് പറഞ്ഞു. അന്നാണ് എനിക്കൊരു മർമ്മം മനസ്സിലായത്. കറവയുള്ളത് ഒരാഴ്ച വന്നില്ലെങ്കിൽ പിറ്റേന്ന് തിരക്കി പോകാൻ ആളുണ്ട്. കറവയില്ലാത്തത് 4 ആഴ്ച വന്നില്ലേലും ആർക്കും അറിയേണ്ട കാര്യമില്ല. കാരണം കറവയില്ലല്ലോ. ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ പോക്ക്. സ്നേഹമില്ല. സ്തോത്രം. എന്നാൽ പൗലോസിൻ്റെ ഈ വിളി നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടണം. സഹോദരന്മാരെ, ഏത് ഭാഗത്തുനിന്ന് വന്നാലും ഏത് മേഖലയിൽ നിന്ന് വന്നാലും കുഞ്ഞെ, അംബാനിക്ക് വേണ്ടി ഒഴുക്കിയ രക്തവും വഴിയിലിരുന്ന് ചെരുപ്പ് കുത്തുന്ന ചെരുപ്പൂത്തിക്ക് വേണ്ടി ഒഴുക്കിയ രക്തവും ഒരുപോലെ. അംബാനിക്ക് വേണ്ടി 2 തുള്ളി കൂടുതലും ചെരുപ്പ് കുത്തിക്ക് വേണ്ടി 2 തുള്ളി കുറവുമല്ല കാൽവരിയിൽ ഒഴുക്കിയത്. സുറിയാനിക്ക് വേണ്ടി 2 തുള്ളി കൂടുതലും കുറവന് വേണ്ടി 2 തുള്ളി കുറവുമല്ല ഒഴുക്കിയത്. എല്ലാവർക്കും വേണ്ടി ഒരുപോലെ മരിച്ച യേശു ക്രിസ്തു. ഇത് മനസ്സിലാക്കണം. അകത്ത് വന്നിട്ട് ഈ ജാതീയ വെറി ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇത് ഉറപ്പിച്ചു പറഞ്ഞത്. ഇന്നും ഒരു ബ്രദറെന്ന് പോലും സംബോധന ചെയ്യാതെ ഉപദേശിയുടെ മക്കളെന്നും പറഞ്ഞ് കയറി ഇൻ്റർനെറ്റിൽ ഇരിക്കുന്നവന്മാരാണ് എഴുതുന്നത് ഷമീർ കാക്കാന്ന്. കാണുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് അവർക്കറിയാം. ഇത് ചുമ്മാ പറയുന്നതല്ലെന്ന്. ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇവൻ്റെയൊക്കെ അപ്പൻ ഇവൻ്റെ അപ്പൻ ഇതാണോ ഇവനെ പഠിപ്പിച്ചേ? ആമേൻ. കേൾക്കുന്നുണ്ടോ? അകത്തൊരു വെളിപ്പാട് വേണം, അകത്തൊരു ചിന്ത വേണം. രക്ഷിക്കപ്പെട്ടവൻ എൻ്റെ സഹോദരനാണ്. എൻ്റെ കുടുംബത്തിലെ രക്തബന്ധങ്ങൾ സെക്കൻഡറിയാണ്. കർത്താവിനോട് പറഞ്ഞു കർത്താവേ നിന്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു വന്നിരിക്കുന്നു. സ്വന്തം ഉദരത്തിൽ ചുമന്ന അമ്മ കൂട്ടു സഹോദരങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ കർത്താവ് പറയാ ആരാ എൻ്റെ സഹോദരൻ? പിതാവിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരാ എനിക്ക് സഹോദരന്മാർ. അതിനൊന്നാം സ്ഥാനം കൊടുത്തു. രക്തബന്ധങ്ങൾക്ക് സെക്കൻഡറി. കണ്ടോ? ഈ വെളിപ്പാട് അകത്ത് വരണം. പൗലോസ് പറയുക സഹോദരന്മാരെ, വായിച്ചോ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. നിൽക്കട്ടെ, ഇത് എവിടുത്തെ സംഭവമാ പൗലോസ് പറയുന്നേ? ഏത് കാലത്തെ സംഭവമാ പറയുന്നേ? പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം. ഇന്നിപ്പോൾ ഇന്റർനെറ്റിലും മീഡിയയിലെല്ലാം പുതിയ പഠിപ്പിക്കൽ വന്നിട്ടുണ്ട്. പഴയ നിയമം വേണ്ടാന്ന്. ഇവിടെ പൗലോസ് പുതിയ നിയമസഭയോട് പഴയ നിയമത്തിലെ കഥയൊന്നും പറഞ്ഞ് ഇവിടെ നമ്മൾ സമയമൊന്നും കളയണ്ട എന്നല്ല പറഞ്ഞത്. പഴയ നിയമത്തിലെ സംഭവം പുതിയ നിയമസഭയുടെ മുമ്പിൽ എടുത്തു കാണിക്കുക. ഓരോ ബോധം കെട്ടവന്മാരിങ്ങനെ ഇറങ്ങുക, ഓരോ വെളിവുകേടും പറഞ്ഞുകൊണ്ട്. പഴയ നിയമം വേണ്ടാന്നാ പറയുന്നത്. അത് വേണോ വേണ്ടയോ എന്ന് ആ വിഷയം ഇപ്പോൾ തൊടുന്നില്ല, കാരണം സമയം നമുക്ക് തികയത്തില്ല. അതുകൊണ്ട് നാളെ സഭായോഗമുണ്ട്, പിന്നെ വരും ദിവസങ്ങളുണ്ട്. പഴയ നിയമം വേണോ വേണ്ടയോ എന്ന് കൃത്യമായ വാക്യവചന തെളിവ് സഹിതം നമുക്ക് തെളിയിക്കാം. സമയമുണ്ട്, 2 മാസം ഉണ്ടല്ലോ, കർത്താവ് വന്നില്ലെങ്കിൽ. അപ്പം ശ്രദ്ധിച്ച്, പഴയ നിയമം വേണ്ട എന്ന പഠിപ്പിക്കൽ വ്യാപകമാകുമ്പോൾ ഒറ്റക്കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പുതിയ നിയമസഭയുടെ മുമ്പിൽ പൗലോസ് പഴയ നിയമത്തിന് സംഭവം എടുത്ത് കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുക. എന്താ പഠിപ്പിച്ചത്? നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. പഴയ കാലത്ത് ദൈവമക്കൾക്കറിയാം, പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും. അതിൻ്റെ കാരണം പണ്ടൊക്കെ പിതാക്കന്മാരുടെ കാലഘട്ടത്തൊക്കെ ദൈവസഭയ്ക്കകത്ത് ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിഴലും പൊരുളും എന്ന് പറഞ്ഞ് കൃത്യമായ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പുതിയ വെളിവ് കേടും അവരെ തെറ്റിച്ചില്ല. കാരണം കൃത്യമായ പഠനം ഉണ്ടായിരുന്നു. ഇന്നിപ്പം ബൈബിൾ ക്ലാസ് ഇല്ലാത്തത് ഉപദേശിമാരുടെ കുഴപ്പമൊന്നുമല്ല. കാരണം അവർ പഠിപ്പിക്കാൻ എപ്പോഴും റെഡിയാ. കുഴപ്പമെന്ന് പറഞ്ഞാൽ ബൈബിൾ ക്ലാസ് എന്ന് വെച്ചാലൊന്നും ആരും വരത്തില്ല, അതാ പ്രശ്നം. പിന്നെ ഇപ്പം ആള് വരണമെങ്കിൽ
ഇതുപോലൊരു ഫ്ലക്സ് അടിക്കണം. ഫ്ലക്സിനകത്ത് മുഴുവൻ കത്തുന്ന തീയുടെ പടം വെക്കണം. എന്നിട്ട് ഈ തീയുടെ നടുക്കൂന്നൊരു പ്രാവ് ഇങ്ങനെ പറന്ന് വരണം. എന്നിട്ട് ഈ പ്രാവിൻ്റെ നെഞ്ചത്തൂടെ ഇങ്ങനെ എഴുതി വെക്കണം ഫയർ. അങ്ങനെയാണ് ആൾ കയറും. ഫയർ. ഒത്തിരി പയർ കച്ചവടക്കാരിറങ്ങി അങ്ങനെ പയർ എന്നും പറഞ്ഞ് ഇങ്ങനെ ആളെ കയറ്റാനുള്ള ചെറുപയറും വൻപയറും ഒക്കെ ആയിട്ട് ഒത്തിരി പയറുകാരിറങ്ങിയായിരുന്നു. ഇപ്പോൾ പയറൊക്കെ ഉണങ്ങി വീട്ടിൽ ഇരിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബൈബിൾ ക്ലാസ് ഒന്നും ഇപ്പോൾ വലിയ സ്റ്റാൻഡേർഡ് ഇല്ലെന്നാണ് പല പറയുന്നത്. എന്നാൽ അറിഞ്ഞിരിക്കണം, തിരുവചനം പഠിക്കുന്നത് പോലെ മഹത്വകരമായ ഒരു അനുഭവം വേറെയില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് ഉയർത്തി പറയാൻ ഡിഗ്രി ഒന്നുമില്ല. ഞാനൊരു കോളേജിലും പോയി പഠിക്കാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം പലരും ഇങ്ങനെ കണ്ണൊക്കെ ഉരുട്ടുന്നുകൊണ്ട് പഠിക്കാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുക. അത് പഠിക്കാം, എന്തായാലും പഠിക്കുന്നത് നല്ലതാ, തെറ്റല്ല. പക്ഷേ ഇതുവരെ അവസരം കിട്ടാത്തത് കൊണ്ട് പഠിക്കാൻ അങ്ങനൊന്നും പറ്റിയില്ല. എന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഇത് വായിച്ച് പഠിക്കാൻ ഒരാവേശം എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പൊട്ടനെ പോലെ ഇവിടെ ഇന്ന് പ്രസംഗിക്കാൻ പറ്റുന്നത്. കൃപയെന്ന് പറഞ്ഞാൽ അതാ കൃപ. ആമേൻ. ഇതിൻ്റെ പേരാ കൃപ. ഇങ്ങനെ നമ്മൾ 7 വർഷം മദ്രസയിൽ ഖുർആൻ പഠിച്ചറിവല്ലാതെ വേറൊരു പഠനം ഈ തലയിൽ കയറിയിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ പറയുന്നു. അതിൻ്റെ പേര് കൃപയെന്നാണ്. മഹത്വമൊന്നും പറയാനൊന്നുമില്ല, അതിൻ്റെ പേര് കൃപയാണ്. അപ്പോൾ അന്നത്തെ തലമുറയ്ക്കറിയാം നിഴലും പൊരുളും എന്താണെന്ന്. കാരണം അത് വേർതിരിച്ചൊരു പഠനം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ നിഴലായി എഴുതപ്പെട്ട സകല വിഷയത്തിൻ്റെയും പൊരുൾ എവിടെ ഉണ്ട്? പുതിയ നിയമത്തിൽ ഉണ്ട്. അത് ഈ തർക്കമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന സംഭവം നിഴലാണെങ്കിൽ ഇതിൻ്റെ പൊരുൾ എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം ഇതിൻ്റെ പൊരുൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. നിഴല. എന്താ ഇതിൻ്റെ പൊരുൾ? ആമേ. ഈ പഴയ നിയമത്തിലെ സംഭവം അക്ഷരീക ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് പുറപ്പെട്ട നമ്മുടെ പിതാക്കന്മാരെല്ലാവരും, അതല്ലയോ നിഴല്? എന്തുവാ ഇതിൻ്റെ പൊരുൾ? ആത്മീയ ഫറവോനായിരിക്കുന്ന പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും വാഗ്ദത്ത ആത്മീയ നാട്ടിലേക്ക് പുറപ്പെട്ട നാം എല്ലാവരും. ശ്രദ്ധിച്ചോണം, നിഴലും പൊരുളും. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് ആരോട് ചേർന്നു? മോശയോട് ചേർന്നു. നിഴല്. എന്തുവാ പൊരുള്? നാം എല്ലാവരും വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച് ആരോട് ചേർന്നു? യേശുക്രിസ്തുവിനോട് ചേർന്നു. പൊരുള്. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. നമ്മളും അങ്ങനെയാണ്, ഒരേ അപ്പത്തിൽ നിന്ന് തിന്നുന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. നമ്മളും അങ്ങനെ ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചു. ആ പാറ ക്രിസ്തു. അന്ന് ക്രിസ്തു നിഴലായി പാറയായി അവരോടൊന്നിച്ചുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തു 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം പൊരുളായി നമ്മുടെ നടുവിലും ഉണ്ട്. അപ്പം നിഴലും പൊരുളും എല്ലാം കൃത്യമായി. ഇനി പ്രധാനപ്പെട്ടൊരു പദം പറയാൻ പോവുക. ഈ ഇത്രയും വാക്യത്തിനിടയിൽ പൗലോസ് എത്ര പ്രാവശ്യം എല്ലാവരും എന്ന പദം ഉപയോഗിച്ചെന്ന് ഒന്ന് എണ്ണി നോക്കിയേ. വേഗം ഒന്ന് എണ്ണേ. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന സമയത്തിനുള്ളിൽ എത്ര തവണ എഴുതി? എന്നാലല്ല, 5 തവണ എന്തെഴുതി? എല്ലാവരും. ഈ ലേഖനം എന്ന് പറഞ്ഞാൽ ലെറ്റർ എന്നാണല്ലോ, അങ്ങനെ ചോദിച്ചാൽ ലെറ്റർ, കത്ത്. അപ്പൊ കത്ത് എഴുതുമ്പം ഇങ്ങനെ എഴുതാറുണ്ടോ? പ്രിയപ്പെട്ട കുഞ്ഞുമോൻ പാസ്റ്റർ അറിയുന്നതിന് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും കിടന്നെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഉറങ്ങിയെന്ന്. അങ്ങനെ എഴുതേണ്ട കാര്യമുണ്ടോ? കത്ത് 2 വാക്യത്തിനിടെ 5 തവണ എല്ലാവരും. എന്നാ ബോധമില്ലാത്തവനാണോ ഇത് എഴുതുന്നത്? അല്ല. പൗലോസിന് ബോധക്കേടൊന്നുമില്ല. പൗലോസ് ദൈവകൃപയുള്ള അഭിഷിക്തനാ. എന്നിട്ടും 5 തവണ എല്ലാവരും എന്ന പദം കുറഞ്ഞ ഈ 2 വാക്യത്തിനകത്ത് എഴുതി വെച്ചു. അതിനകത്തൊരു മർമ്മമുണ്ട് കുഞ്ഞേ. പുറപ്പെട്ടതെല്ലാവരും ഒന്നിച്ച്, സ്നാനപ്പെട്ടതെല്ലാവരും ഒന്നിച്ച്, അപ്പം തിന്നതെല്ലാവരും ഒന്നിച്ച്, പാനപാത്രം കുടിച്ചതും ഒന്നിച്ച്. പക്ഷെ അടുത്ത പദം കേട്ടോണം, അറ്റാക്കൊന്നും വരരുത്. വായിച്ചേ. തിന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്ത പദം എങ്കിലും ഇത്രയും ചെയ്തെങ്കിലും അവൾ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എല്ലാവരും കേട്ടോ? അത് ഇറങ്ങിയത് എല്ലാവരും ഒന്നിച്ചല്ലയോ ഇറങ്ങിയത്? ഒരു പാട്ടും കൂടെ പാടി. പറവോന്നു ഞാൻ അടിമയല്ല, ഗ്ലോറി. ഒന്നിച്ചാ ഇറങ്ങി. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. അടുത്ത പാട്ട് വിട്ടു. ചെങ്കടൽ പിളർന്നു വഴി തരും. കണ്ടോ? കരയിലോട്ട് കയറിയപ്പോൾ മിരിയാൻ തപ്പു കൊടുത്തുകൊണ്ട് വന്ന് അടുത്ത പാട്ട് വിട്ടു. അതപ്പെടുത്ത് താളം തട്ടുമോ,
പക്ഷേ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ വാഗ്ദത്ത നാട് കണ്ടതുമില്ല. അപ്പൊ ഇറങ്ങിയത് ഒന്നിച്ചല്ലേ? അതെ. സ്നാനപ്പെട്ടത് ഒന്നിച്ചല്ലേ? അതെ. അപ്പം തിന്നില്ലേ? തിന്നല്ലോ. പാനപാത്രം കുടിച്ചില്ലേ? കുടിച്ചു. പക്ഷേ ദൈവം പ്രസാദിച്ചില്ല. അർത്ഥാൽ അവരുടെ ജീവിതം ദൈവത്തിന് പ്രസാദമില്ലാത്തതായിരുന്നു. ഇത് പഴയ നിയമത്തിലെ സംഭവം. ഇതെടുത്ത് പുതിയ നിയമസഭയുടെ മുമ്പിൽ കാണിച്ചിട്ട് പൗലോസ് എന്താ പറഞ്ഞത്? ഇത് പഴയ നിയമത്തിൽ നടന്ന കാര്യമാണ്, ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ ആരും പേടിപ്പിക്കണ്ട എന്നാണോ പറഞ്ഞത്? അടുത്ത വാക്ക് വായിക്കേ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്നുകൂടെ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ ഇതൊന്നും അറിയണ്ട, അതൊക്കെ പഴയ നിയമത്തിൽ നടന്ന കാര്യം. ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ ഉപദേശിമാര് കയറി നിങ്ങളെ പേടിപ്പിക്കാം. നിങ്ങൾ ഇതൊന്നും അറിയണ്ട, അങ്ങനെയാണോ പറഞ്ഞേ? നിങ്ങളിത് അറിയാതിരിക്കരുത്. കേൾക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ പുതിയ നിയമസഭയെ ഇത് നിങ്ങൾ അറിയാതിരിക്കരുത്. എന്താ കാരണം? അടുത്ത പദം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഞാനും നീയും കണ്ടു പഠിക്കേണ്ടതിന് സംഭവിച്ചെന്ന്. പഴയ നിയമം വേണ്ടാന്ന് പറയുന്ന വെളിവ് കെട്ടവന്മാരുടെ മുമ്പേ നിന്നുകൊണ്ട് പഴയ നിയമത്തിലെ സംഭവം എടുത്ത് മുൻനിർത്തിക്കൊണ്ട് പൗലോസ് പുതിയ നിയമസഭയെ പ്രബോധിപ്പിക്കുക. ആ സംഭവം നിങ്ങളാരും മറന്നു കളയരുത്. കാരണം എല്ലാവരും ഒന്നിച്ചാ ഇറങ്ങിയത്. എല്ലാവരും സ്നാനപ്പെട്ടത് അച്ചാച്ചനും അമ്മാമ്മയൊക്കെ ഒന്നിച്ചാ, അപ്പം തിന്നത് ഒന്നിച്ചാ, പാനപാത്രം കുടിച്ചത് ഒന്നിച്ചാ. പക്ഷേ ഇന്ന് രാത്രിയിൽ മനസാക്ഷി കൈവച്ചുകൊണ്ട് ചോദിക്കണം, നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമാണോ? ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതമാണോ നീ നയിക്കുന്നത്? അല്ലാത്ത പക്ഷം കുറിച്ചിടാം, വാഗ്ദത്ത നാട് നീ കണി കാണത്തില്ല. ആമേൻ. ഇതൊന്നും പറയരുതെന്നാ പറയുന്നത്. ഇതൊന്നും പറയരുത്. ആരും അങ്ങനൊന്നും പഠിപ്പിക്കരുത്. നീ മഹത്വം പ്രാപിക്കണം, അതുകൊണ്ടാ പറയുന്നേ. ഇവിടെ നിന്ന് എന്തായാലും UK വന്നയല്ലയോ, എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ച് 2 ചാട്ടം ചാടി പ്രാപിച്ചോ, പൊട്ടട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇതൊന്നും നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. നാട്ടിൽ തുള്ളിക്കുന്നതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടു വളർന്നതാ. എന്ത് പൊട്ടത്തരം പറഞ്ഞാലും കൈയടിക്കാനിരിക്കുന്ന കുറേ ജനം. ഈ ഇടയ്ക്ക് ഒരാൾ ഇങ്ങനെ കൂട്ടു അഡ്രസ്സുള്ള ആളാണ്, അതുകൊണ്ട് പേരൊന്നും പറയത്തില്ല, പേരെ പറച്ചിലെല്ലാം നിർത്തി വെച്ചേക്കുക. എല്ലാം നിർത്തി, എനിക്ക് പിന്നെ ജീവിക്കണ്ടേ, അതുകൊണ്ട് നിർത്തി വെച്ചേക്കുക. അതുകൊണ്ട് അഡ്രസ്സുള്ള പുള്ളിയാ സ്റ്റേജിൽ എത്തുകൊണ്ട് പറഞ്ഞു, പ്രിയമുള്ളവരെ, പത്രോസിന്റെ അമ്മാവിയമ്മയ്ക്ക് പനി പിടിച്ചു. അവൾ ഓടുകയല്ലോ, അവൾ നടക്കുകയല്ലോ, പിന്നെയോ കിടക്കുകയാ. അപ്പോഴും അടിക്കുക. പ്രിയരെ, ദൈവം അവളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞ പുള്ളി ഒരു ചിരി പറ്റിച്ചേ. പറ്റിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. നിന്നെ കൈയടിപ്പിച്ച്, നിന്നെ രോമാഞ്ചം കൊള്ളിച്ച്, സ്പ്രിങ്ങേലാക്കി 100, 110 അടുപ്പിച്ച് ഒന്നും ഇവിടെ ഇല്ല. പകരം ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നീ മഹത്വം പ്രാപിക്കണം. ആമേൻ. ജീവിതത്തിൽ നിങ്ങളാരും എനിക്കൊരു ദോഷം ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്കും ഒരു ദോഷവും അറിഞ്ഞുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഉപദേശി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന? ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി പോലും കുറയാതെ നിത്യതയിലിരിക്കണം. വേറെ ഒരു ദുരാഗ്രഹവുമില്ല കുഞ്ഞേ. 5 പൈസയും വേണ്ടാന്നേ, നീ നിത്യതയിലെത്തിയാൽ മതി. ആമേൻ. നീ നിത്യതയിലെത്തിയാൽ മതി. ഞാനിവിടുന്ന് വീണ്ടും കേരളത്തിലോട്ട് പോകുന്നത് ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരസ്യയോഗം നടത്താനാണ് പോകുന്നത്. ഞാൻ വീണ്ടും തെരുവിലോട്ട് നിൽക്കാനാണ് പോകുന്നത്. ഒന്നും കാണുന്നില്ല, ഒന്നും കണ്ടിട്ടുമല്ല. ഒറ്റ കാര്യം, ഒരെണ്ണം നഷ്ടപ്പെടരുത്. കാരണം കാൽവരിയിൽ ഒരെണ്ണത്തിനു വേണ്ടി അനുഭവിച്ച മഹായാഗം അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവരിയുടെ കൊലക്കളത്തിൽ ഒഴുക്കി സർവ്വവിധമാകുന്ന വേദനയും ശരീരത്തിൽ ഏറ്റുവാങ്ങിയതിൻ്റെ ഒറ്റ മറുപടിയേ ഉള്ളൂ, നിന്നെ നിത്യതയിലെത്തിക്കണം. വേറെ എന്തെങ്കിലും ലക്ഷ്യമുള്ളതായി ഞാൻ കണ്ടിട്ടില്ല പുസ്തകത്തിൽ. ഒറ്റ ലക്ഷ്യം, നീ മഹത്വം പ്രാപിക്കണം. അവരുടെ ജീവിതം ദൈവത്തിന് പ്രസാദമില്ലാത്ത ജീവിതം, പിറുപിറുപ്പുള്ള ജീവിതം, മത്സരികളായ ജീവിതം, അനുസരിക്കാത്ത ജീവിതം. അവരെ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുന്നവരാണ് ദൈവ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ആ റോമാലേഖനത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറഞ്ഞത് വായിച്ചുകൊണ്ട് 12-ാം അധ്യായം വാക്കിനാലോ ലേഖനത്താലോ തന്ന ഉപദേശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
വായിച്ചുകൂടെ 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, പിന്നെയും വിളിക്കുക, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന എങ്ങനെ ആയിരിക്കണം? ചിലടത്ത് ചെന്ന് കഴിഞ്ഞാലുണ്ട് ബോധം കെട്ട ആരാധനയാണ്, ഒരു ബോധവുമില്ല. നൃത്തം ചെയ്ത് ആരാധിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല, അതൊന്നും അല്ല ഈ പറഞ്ഞ, അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. നൃത്തം ചെയ്ത് കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച മഹായാഗത്തെ ഓർത്താൽ തല കുത്തി ഒന്ന് വേണോലും ആരാധിക്കാൻ മനസ്സുള്ള മനുഷ്യനാണ്. പക്ഷേ ബോധമുണ്ടായിരിക്കണം. നൃത്തം ചെയ്തോ കുഴപ്പമൊന്നുമില്ല, തലയിലെ സ്കാഫ് താഴോട്ട് വീണാൽ അതറിയണം. ചിലതൊക്കെ അങ്ങ് ലയിച്ചങ്ങ് സ്വർഗത്തിലെത്തിയ പോലൊക്കെയാണ് മോന്ത ഇരിക്കുന്നത്, പക്ഷേ തലയിലെ തുണി പോയത് പെണ്ണ് അറിഞ്ഞിട്ടില്ല. മിണ്ടുന്നില്ല ആരും. അത് ഇവിടെ വിദേശത്തൊന്നും തുണിയുടെ കാര്യം പറയരുതെന്നാണ് പറയുന്നത്. പറഞ്ഞു വിട്ടേക്കോ, അതുകൊണ്ട് പറയത്തില്ല. പറഞ്ഞേൽപ്പിച്ചാൽ വിട്ട, വിദേശത്തൊന്നും തുണിയുടെ കാര്യം പറയരുതെന്ന് പറഞ്ഞു. കാരണം ഒത്തിരി തുണിക്കടകളുള്ള രാജ്യം, പക്ഷെ അനുഭവിക്കാനുള്ള യോഗം അവർക്കില്ല. അതുകൊണ്ട് ഒന്നും പറയരുതെന്നാണ്. ഇയാൾ എവിടെ ചെന്നാലും തുണിമണിയൊക്കെ പറയുന്നത് ഒന്നും പറയുന്നില്ല. തലയിലെ സ്കാഫ് താഴോട്ട് വീണാൽ അതറിയണം. പിന്നെ അതിനുമൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നെ തലമുടി തുണിക്ക് പകരമാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ആ ഭാഗം എടുത്ത് ശ്രദ്ധിച്ച് അങ്ങോട്ട് വായിക്കണം. പ്രകൃതി ലോകം പഠിപ്പിക്കുന്നത് അങ്ങനെയാണെന്നാണ് അവിടെ പറയുന്നത്. ലോകം പഠിപ്പിക്കുന്നുണ്ട്, ലോകക്കാർ പറയും അതിപ്പോൾ തുണിയില്ലേലും അത് ലോകം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ലോകക്കാർ പോലും അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിധിപ്പീനെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇടാതെ പ്രാർത്ഥിക്കുന്ന യോഗ്യമോ എന്ന് ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. ആ ഭാഗം എടുത്ത് അങ്ങോട്ട് പഠിച്ചാൽ കൃത്യമായി മനസ്സിലാകും. അവിടെ വേറെ വ്യാഖ്യാനമൊന്നും വേണ്ട. ഇനി അഥവാ ഇടാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങ് മുട്ടയടിച്ചേരെ, അത് കൃത്യമാണ്, അത് കൃത്യമാണ്, അതൊക്കെ ക്ലിയറാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ഇട്ടെന്നും പറഞ്ഞ് എന്നാ സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ലെന്ന്. പിന്നെ ചിലത് മുടിയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചോണ്ട് ഇതിനകത്ത് തുണി ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയി പോകുന്നൊക്കെ പേടിച്ചിട്ടാണ് ഇടാത്ത. പോട്ടെ, എന്തായാലും ആയിക്കോട്ടെ, മേപ്പോട്ട് എത്തിയാൽ മതി. ഞാനതുകൊണ്ട് ഇനിയിപ്പം തുണിയൊന്നും പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ബോധമുണ്ടായിരിക്കണം, അത് പറയാമല്ലോ, ബോധമുണ്ടായിരിക്കണം. ബോധം കെട്ടാരാൻ ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്കാഫും പോയി, പിന്നെ സാരിയും പോയി, എന്നിട്ടും ഇവരറിയുന്നില്ല. അതൊക്കെ ബോധമില്ലാത്ത ആത്മാവ്, അതല്ല ബുദ്ധിയുള്ള ആരാധന. ചിലരുണ്ട് നൃത്തം ചെയ്ത് ആരാധിക്കും, തെറ്റൊന്നുമില്ല. പക്ഷേ വേദപുസ്തകം ചവിട്ടി ആരാധന തീരുമ്പം വേദപുസ്തകം 4 കഷ്ണമായി മൂലേ കിടക്കും. അതൊക്കെ ബോധമില്ലാത്ത ആരാധനയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സമയമില്ല, വീട്ടിൽ പോയി തീത്തോസിൻ്റെ ലേഖനം ഒന്ന് മനസ്സിരുത്തി വായിക്കണം. അവിടെ കാറ്റഗറി തിരിച്ചെഴുതിയിട്ടുണ്ട്. ബാലന്മാർ സുബോധമുള്ളവരായിരിക്കണം, ഔവണ്ണം യൗവനക്കാരും സുബോധമുള്ളവരായിരിക്കണം, അതുപോലെ വൃദ്ധന്മാരും എല്ലാത്തിനും ബോധം വേണമെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ബുദ്ധിയുള്ള ആരാധനയായി അടുത്തത് വായിച്ചോ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. അപ്പൊ കൊരിന്ത്യർ സഭയോട് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു, അവർക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. പക്ഷെ അവരുടെ ജീവിതം ദൈവത്തിന് പ്രസാദമില്ല. അവരിൽ ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. അപ്പൊ റോമാ സഭയോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയുള്ള ജീവിതം നയിക്കണം? ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അതിനെന്താ പറഞ്ഞത്? 1 ബുദ്ധിയുള്ള ആരാധനയായി, 2 നിങ്ങളുടെ ശരീരങ്ങളെ. എന്തിന്? ഒന്ന് പറഞ്ഞേ. ശരീരങ്ങളെ. ചിലർ ഇപ്പം പുതിയൊരു തിയറി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് ശരീരം കൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ല, ആത്മാവിന് തെറ്റ് പറ്റാതെ കേട് പറ്റാതെ നോക്കിയാൽ മതിയെന്ന്. എന്നാൽ ഇവിടെ വേദപുസ്തകം പറയുന്നത് അങ്ങനല്ല. പിന്നെ എങ്ങനെയാ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി. പെന്തക്കോസ്ത് കോളത്തിൽ അന്യം നിന്ന് പോയ 2 വാക്കിൽ ഒന്നാണ് വിശുദ്ധി, മറ്റൊന്ന് വേർപാട്. സമയമനുസരിച്ച് വരും ദിവസങ്ങളിൽ വേർപാട് എന്താണെന്നും കൂടെ പറയാം. ഇപ്പൊ സമയം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് പറയാം. അപ്പൊ ശ്രദ്ധിച്ചു, വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ആരോടാ പറഞ്ഞേ? ദൈവസഭയോട്. അപ്പൊ ദൈവസഭ നാം ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കണം. ഈ യാഗമാക്കുക എന്ന് നമ്മളിങ്ങനെ വായിച്ചങ്ങ് വിടുമ്പോൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ, തീർന്നു. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആഴം പഠിക്കണം. എന്താ യാഗമാക്കുക? ചിന്തിച്ചിട്ടുണ്ടോ? യാഗമാക്കുക എന്താ? പഴയ നിയമകാലത്തെ ഒരു യാഗം നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചോ. ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് ഒരാൾ യാഗം അർപ്പിക്കാൻ പോകുന്ന വഴി നല്ല കണ്ണാടി പുഴ ഇങ്ങനെ ഒഴുകുക. ആടെന്ത് ചെയ്യുക വെച്ചാൽ സ്വാഭാവികമായിട്ടും തല അങ്ങോട്ട് നീട്ടും. അപ്പം ഇയാൾ കയറെ പിടിച്ചിങ്ങോട്ട് വലിക്കുമോ? മുണ്ടുന്നില്ല. വലിക്കുമോ? ഒന്ന് എന്നാ വലിക്കാത്ത? വലിച്ചാൽ കഴുത്തിൽ കയറ് മുറുകിയാൽ ഊനമുള്ളതായി പോകും. പിന്നെ യാഗം കഴിക്കാൻ ഒക്കുവോ? ഒക്കത്തില്ല. അതുകൊണ്ട് കയറെ പിടിച്ച് വലിക്കുകയല്ല, കയറൊന്ന് അയച്ചു വിട്ട് കൊടുത്തിട്ട് അതിനെ തോളയിൽ അങ്ങ് എടുക്കുക, തട്ടിപ്പൊത്തി കൊണ്ടുപോയി ഇച്ചിരി മാറ്റി നിർത്തി വീണ്ടും അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ദാ നല്ല പച്ചപ്പുല്ലിങ്ങനെ, ഇളം പച്ചപ്പുല്ലിങ്ങനെ നിൽക്കുക. അപ്പോഴും ആടെന്ത് ചെയ്യും? പറ. തല അങ്ങോട്ട്
നീട്ടും. അവിടുന്ന് തട്ടിപ്പൊത്തി വല്ലവിധേനയും കൊണ്ടുവന്ന് യാഗപീഠത്തിൽ കൊണ്ടുവച്ച് യാഗവസ്തുവിൻ വേവിച്ച് ദഹിപ്പിച്ചു. ഇപ്പൊ ഇത് ആടെന്തായി പറ? ദൈവത്തിന് യാഗമായി. ആയോ? യാഗമായി. ഈ ആട്ടിന്റെ എല്ലും ചാരും ഒക്കെ കൊട്ടയിലിട്ടുകൊണ്ട് ഇയാൾ തിരിച്ചു വരുവാണെന്നൊന്ന് സങ്കല്പിച്ചേ. തിരിച്ചു വരിക. തിരിച്ചു വരുന്ന വഴി ആ പച്ചപ്പുല്ല് അവിടെ തന്നെ ഉണ്ട്. ആട് ചാടുവോ? എന്താ ചാമിണ്ടാത്തെ? ചാടുവോ? ചോദിക്ക്. എന്നാ ആടെ അങ്ങോട്ട് പോയപ്പോൾ വലിയ ചാട്ടമായിരുന്നല്ലോ, എന്നാ ചാടാത്തെ? ഒറ്റ മറുപടി പറയും, ഇനി ഞാൻ ചാടത്തില്ല. കാരണം എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് യാഗമാക്കി. ഇനി ഈ ലോകത്തിലെ ഒരു പുല്ലും എന്നെ ആകർഷിക്കത്തില്ല. അവനാണ് ദൈവ പൈതൽ. ചോദിക്കേ, പുല്ല് മാറിയിട്ട് നിനക്കൊരു ജീവിതം ഇല്ല. വേണമെങ്കിൽ പുഴ അങ്ങ് പറ്റിപ്പോട്ടെ. പുല്ലും പുഴയും അവിടെ തന്നെ ഉണ്ട്. നീ ഇനി ചാടത്തില്ല. കാരണം വേർപെട്ടത് നീയാ. പാപം നിറഞ്ഞ ലോകം അത് മാറിയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അതിൽ നിന്ന് വേർപെട്ട ജീവിതം നയിക്കേണ്ടത് നീയാ. അതുകൊണ്ടാ പറഞ്ഞത്, ആമേ കണ്ണാടിപ്പുഴ അവിടെ ഉണ്ട്. എന്താ ആടെ നീ ചാടാത്ത? ആട് പറയും, ഇനി ചാടത്തില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് യാഗമാക്കി. ഈ ലോകത്തിലെ ഒരു കണ്ണാടിപ്പുഴയും ഈ ലോകത്തിലെ ഒരു പച്ചപ്പുല്ലും ഇനി എന്നെ ആകർഷിക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് യാഗമായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞും കൊണ്ട് അടുത്ത പദം പൗലോസ് പറയുകയാണ് അവിടെ, യാഗമായി സമർപ്പിപ്പിൻ. അടുത്ത പദം, ഈ ലോകത്തിന് അനുരൂപമാകാതെ. അതാ വേർപാട്. എൻ്റെയും എൻ്റെയും ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് അനുരൂപനായിട്ടല്ല നീ ജീവിക്കുന്നത്. ഇത് സഭയ്ക്ക് എഴുതിയതല്ലേ? സഭയെ പ്രസംഗിക്കേണ്ടതല്ലേ? സകലവിധ ലേഖനങ്ങളും ദൈവസഭയ്ക്കകത്ത് പഠിപ്പിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? ഇന്നും പള്ളിക്കകത്ത് ചെന്ന് കയറിയാൽ രക്തസ്രാവക്കാരിയെ വിടുവിച്ച ദൈവം, ഇന്നും രക്തസ്രാവക്കാരിയും കൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് നീ അകത്തു വന്നു. അകത്തു വന്ന ദൈവസഭ എങ്ങനെ ആയിരിക്കണമെന്ന് നല്ല വിശദമായ ലേഖനത്തിൽ വാക്കിനാലും ലേഖനത്താലും ഉപദേശിച്ചു എന്ന പ്രമാണം കിടപ്പുണ്ട്. അതനുസരിച്ച് ജീവിച്ചു വേണം വെളിപ്പാടി കാണുന്ന നിത്യതയിലോട്ട് നീ കയറാൻ. എങ്ങനെ കയറണം? ജയിച്ചു കയറണം. 7 സഭയ്ക്കും ദൂതെഴുതി വെളിപ്പാടിൽ അവരുടെ നല്ല വശങ്ങളും എഴുതി, ദോഷവശങ്ങളും എഴുതി. പക്ഷേ മറന്നു പോകാതെ 7 സഭയോടും പറഞ്ഞൊരു ഒറ്റ പദമുണ്ട്. 7 സഭയുടെ ദൂതിലുമുണ്ട്. എന്താണെന്നറിയാമോ? ജയിക്കുന്നവന്. അപ്പൊ തോറ്റുപോയാലോ? വിശ്വാസ ജീവിതം ജയിച്ചു കയറണം. വിശ്വാസ ജീവിതം ജയിച്ചു കയറണം. തോറ്റുപോകരുത്. ലോകത്തെ ജയിക്കണം. ലോകമോഹങ്ങളെ ജയിക്കണം. അതിന് ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്നാ ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അടുത്ത പദം, ഈ ലോകത്തിന് അനുരൂപമാകാതെ. അപ്പൊ ലോകത്തിന് അനുരൂപരാകാതെ, ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നവനാണ് വേർപാടുള്ളവൻ. ഇനി അതിന്റെ ആഴത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 8:9 ആ വേർപാടിന്റെ ആഴത്തെ കുറിച്ച് അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 8:9 വായിച്ചു. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കുവേൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, വേർപാടിന്റെ ഒരു ഭാഗം നിങ്ങളെ പറയുകയാണ്. വേർപാടിനെ കുറിച്ചൊരു ഭാഗം പറയുകയാണ്. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം, ഏത് സ്വാതന്ത്ര്യം? ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് ഗാന്ധിജി നേടിത്തന്നെന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം നിങ്ങൾക്ക് തന്ന ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്കലായി വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതെന്താ പൗലോസേ അങ്ങനെ പറഞ്ഞേ? അടുത്ത പദം, അറിവുള്ളവനായി നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്ന ഒരുത്തൻ കണ്ടാൽ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ പൗലോസ് പറയുന്ന ഭാഗം ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ്. പക്ഷെ ഞാൻ അതിനെ വേർപാടെന്ന നിലയിൽ ഒന്ന് വ്യാഖ്യാനിച്ച് പറയാൻ പോവാ. ശരിയാണെങ്കിൽ സ്വീകരിച്ചാൽ മതി, തെറ്റാണെങ്കിൽ കളഞ്ഞേരെ. ശ്രദ്ധിച്ചു കേട്ടോണം, ഇവിടെ പറയുന്ന സബ്ജക്റ്റ് ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ്. പക്ഷെ അത് ഏതു നിലയിലും ദൈവമക്കൾ പാലിച്ചിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. അറിവുള്ളവനായ നീ. ഏതറിവ്? ഡിഗ്രി എടുത്ത അറിവല്ല, ഡോക്ടറേറ്റ് എടുത്ത അറിവല്ല, എഞ്ചിനീയർ ആയ അറിവല്ല. പിന്നെന്താ? ദൈവവചനത്തിൽ അറിവുള്ളവനായ നീ. ക്രിസ്തു നിന്നെ സ്വതന്ത്രമാക്കി. ഈ സ്വാതന്ത്ര്യം നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവവചനത്തിൽ അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കിയില്ലയോ? ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പം വചനത്തിൽ അറിവുള്ളവനായ നീ. ഇപ്പൊ നോക്കണം, കുഞ്ഞുമോൻ ഭാഷ സഭയിൽ
കഴിഞ്ഞ മാസം വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരൻ ബിനു, ഉദാഹരണമാണേ ബിനു. അപ്പം കുഞ്ഞുമോൻ പാസ്റ്റർ ദൈവവചനത്തിൽ അറിവുള്ള ആളാണ്. അപ്പം ബിനുവിനറിയാം ഞങ്ങളുടെ പാസ്റ്റർ ദൈവവചനത്തിൽ അറിവുള്ള ആളാണ്. അദ്ദേഹത്തിന് വചനത്തിൽ നല്ല പരിജ്ഞാനമുണ്ട്. അദ്ദേഹം ദൈവമക്കളെ ഉപദേശിക്കുന്ന നല്ലൊരു ദൈവദാസനാണ് ഞങ്ങളുടെ പാസ്റ്റർ. ഈ അറിവ് ഈ ബിനു എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. അപ്പോൾ വചനത്തിൽ അറിവുള്ളവനായ ഈ പാസ്റ്റർ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് ഈ സഹോദരൻ കണ്ടാൽ എന്തു സംഭവിക്കും? വായിച്ചോ. ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ആരുടെ അറിവിനാൽ? നിന്റെ അറിവിനാൽ അവൻ നശിച്ചു പോകുന്നെന്ന്. വായിച്ചോ. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ഇനി ഈ ഭാഗം ഒന്നുകൂടെ പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടോണം. അറിവുള്ളവനായ പാസ്റ്റർ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് പുതിയ വിശ്വാസി കണ്ടു. കുഞ്ഞുമോൻ പാസ്റ്റർ ഇവിടെ ഒരു തിയേറ്ററിന്റെ മുമ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ മാസം വിശ്വാസത്തിൽ വന്ന ബിനു കണ്ടാൽ ബിനുവിന്റെ ഉള്ളം ചിന്തിക്കത്തില്ലയോ? എങ്ങനെ? ഞങ്ങളുടെ പാസ്റ്റർ വചനത്തിൽ ഇത്രയും പരിജ്ഞാനവും അറിവും ഒക്കെ ഉള്ള ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അതൊരു വലിയ പാപം അല്ല, അതൊരു വലിയ കുറ്റം അല്ല. അങ്ങനെ വലിയ കുറ്റമുള്ളതാണെങ്കിൽ ആര് ചെയ്യത്തില്ല? ഞങ്ങളുടെ പാസ്റ്റർ ചെയ്യത്തില്ല. കാരണം ഞങ്ങളുടെ പാസ്റ്റർക്ക് ദൈവവചനത്തിൽ നല്ല അറിവുള്ളയാളാണ്. അപ്പൊ വചനത്തിൽ അറിവുള്ള ഇദ്ദേഹം നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് പുതിയ വിശ്വാസി കണ്ടിട്ട് നാളെ എനിക്കും ഒരു പടം അവിടെ പോയി കാണാം എന്ന് ഇവൻ തീരുമാനിച്ചാൽ അവൻ നശിച്ചു പോകുന്നതിന്റെ കാരണക്കാരൻ ഇദ്ദേഹമായി തീരുന്നത് കൊണ്ട് ഇദ്ദേഹം ആരോട് പാപം ചെയ്യുന്നു? ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നവൻ മേപ്പോട്ട് പോവോ? ആഴംപിടി കിട്ടിയോ? അതാ പറഞ്ഞ വേർപെട്ടവൻ നിൽക്കാൻ പാടില്ലാത്തടത്ത് നിൽക്കരുത്. വേർപെട്ടവൻ പോകാൻ പാടില്ലാത്തടത്ത് പോകരുത്. അത് റവയായാലും, പിന്നെ എൻ്റെ പരസ്യോഗത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൈദായാലും റവയായാലും, വേർപെട്ടവന് നിൽക്കാൻ പാടില്ലാത്തടത്ത് നിൽക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനം 1 ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പിന്നെ പാപിയുടെ വഴി നിൽക്കാതെ, പിന്നെ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. പിന്നെ ചന്ദ്രനിൽ പോയി ജീവിക്കണോ പാസ്റ്ററെ? ചന്ദ്രനിൽ പോയി ജീവിക്കാനല്ല പറഞ്ഞേ. പാപിയുണ്ട്, പരിഹാസിയുണ്ട്, പക്ഷെ നീ അവിടുന്ന് ഓടി മാറണം. അതിൻ്റെ പേരാ വേർപാട്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഒരു കൂട്ടു സഹോദരന് ഇപ്പം ഒന്ന് ഇടർച്ച വന്നെന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമാണോ? തെളിയിക്കാൻ വിഷയമാണോ എന്ന്? 70 വട്ടം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ചത് ആരാ? യേശുക്രിസ്തു ആണല്ലോ, സംശയമില്ലല്ലോ. ആണ്. അതേ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു തിയറിയും കൂടെ അങ്ങോട്ട് പറയട്ടെ. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവനെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ? പറ. അവന്റെ കഴുത്തെ തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയുന്നത് നന്ന്. ചോദ്യം നിങ്ങളോട്, സമുദ്രത്തിൽ ഇടുന്നവന്റെ കഴുത്തെ കല്ല് കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? പറ. ആയുസ് ഇനി ഇവൻ പോകും. അപ്പൊ യേശു കൊലപാതകം ചെയ്യാൻ പഠിപ്പിച്ചാണോ? അല്ല. സഭയ്ക്ക് കലക്കം ഉണ്ടാക്കുന്നവനെ, സഭയ്ക്കകത്ത് ഇടർച്ച ഉണ്ടാക്കുന്നവനെ എടുത്ത് ദൂരെ കളഞ്ഞാൽ പിന്നെ അവനെ അകത്ത് കയറ്റരുത്. അതേസമയം ഒരുത്തനൊരു ബലഹീനത സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അവനൊരുത്തൻ്റെ കുറ്റം പറ്റി, ഒരു തെറ്റ് പറ്റി, ഒരു ബലഹീനത സംഭവിച്ചു, അവനെ ബുദ്ധി പറയണം, 2 പേര് കൂടി പറയണം, അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ താങ്ങിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. പക്ഷെ കലക്കം ഉണ്ടാക്കുന്നവനെ വെളിയിൽ കളയണം. കേൾക്കുന്നുണ്ടോ? കാരണം ദൈവസഭ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ലെന്ന് പറയാം. സഭ ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിന്റെ സഭയ്ക്ക് ഇടർച്ച വരുത്തുന്നവനെ എടുത്ത് വെളിയിൽ കളയണം. പിന്നെ ഇവനെ അകത്ത് കയറ്റാൻ പറ്റാത്ത ഗുരുതരമായ കുറ്റമാണ് ഇടർച്ച എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞ മറ്റൊരു പദം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ മാംസം കഴിക്കുന്നത്, പറ, എൻ്റെ സഹോദരന് ഇടർച്ച വരുത്തുന്നെങ്കിൽ നീ വേറെ വല്ല പള്ളിയിലും പോടാ, എനിക്ക് തിന്നണ്ടേ. അങ്ങനാണോ പറഞ്ഞേ? അങ്ങനാണോ പറഞ്ഞേ? എനിക്കത് വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ പേരാ വേർപാട്. എൻ്റെ കൂടിയിരിക്കുന്ന കൂട്ടു സഹോദരങ്ങൾക്ക് എൻ്റെ ഈ ക്യാരക്ടർ, എൻ്റെ ഈ സ്വഭാവം, എൻ്റെ ഈ പ്രോഡക്റ്റ്, എൻ്റെ ഈ വേഷം, എൻ്റെ ഈ സ്വഭാവം എൻ്റെ കൂടെ ഇരിക്കുന്ന പള്ളിയിലിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് ഇടർച്ചയാണെങ്കിൽ നീ വേറെ വല്ല പള്ളിയിലും പോടാന്നല്ല, എനിക്കത് വേണ്ട എന്ന് പറയുന്ന ത്യാഗമാണ് വേർപാട്. ആമേൻ. എന്തോ മനസ്സിലായി? അതിനാ പിതാക്കന്മാര് ചില കടുംപിടുത്തങ്ങൾ വേർപാടെന്ന പേരിൽ പിടിച്ചത്. എന്തുവാ? ആരാധനയ്ക്ക് എല്ലാവരും വെള്ള ധരിക്കണം, കമ്മലും മാലയിട്ടവർ കർത്തൃമേശ കൊടുക്കത്തില്ല. ഇതൊക്കെ പിടിച്ചത്
വെള്ള ഇട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോത്തില്ലെന്നും കമ്മലുമാല ഇടുമ്പോൾ അങ്ങോട്ട് കയറി ചെന്ന ഇറങ്ങടി മാല ഇട്ടോളെ എന്നൊന്നും പറയുമെന്നൊന്നും എന്നെ ആരും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ഒരപ്പച്ചന്മാരും എന്നെ പഠിപ്പിച്ചിട്ടില്ല പെന്തക്കോസിനകത്ത്. പക്ഷേ അവർ ആ വേർപാട് പാലിച്ചു. അതിൻ്റെ കാര്യം ഇടർച്ച വരുത്താതിരിക്കാൻ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇടർച്ചയും വെള്ളവസ്ത്രവും ആഭരണം ഇതൊക്കെ തമ്മിൽ എന്തുവാ പക്ഷേ കണക്ഷൻ ഒന്നും മനസ്സിലാകുന്നില്ല. പറഞ്ഞു തരാം. ആ കാലത്ത് 5000 രൂപയുടെ വെള്ളസാരി കൊടുത്തുകൊണ്ട് വരുന്ന മറിയാമയും 150 രൂപയ്ക്ക് ഫുട്പാത്തിൽ നിന്ന് കീറ്റ സാരി കൊടുത്തുകൊണ്ട് വന്ന ശോശാമയും ഒന്നിച്ചൊരു പായിലിരുന്ന് ദൈവത്തെ ആരാധിക്കും. ഇതിലേതാ 5000ൻ്റെ സാരി, ഇതേതാ 150 പ്രദർശിപ്പിക്കാനുള്ള സമയം അവിടെ ഇല്ല. എല്ലാം വെള്ളയാ. വന്നത് ദൈവത്തെ ആരാധിക്കാനാ. ആരാധിച്ചു വെച്ച് പോകും. നിക്ഷേപം ഇരിക്കുന്നിടത്ത് അത്രയേ ഉള്ളൂ വിഷയം. ഇന്ന് പളവള മിന്നുന്ന വട്ട് കൊടുത്തുകൊണ്ട് വരും. 150ൻ്റെ കീറ്റ സാരി ഒരു കോളനിയിൽ നിന്ന് വരുന്ന കുഞ്ഞമ്മ, രണ്ടുപേരും ഇരിക്കാൻ യേശു മറാത്തവൻ സാരി കണ്ടോ, തിളക്കം കണ്ടോന്നാ ഇവിടെ. അല്ല, അവൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാനെന്നാണോ കർത്താവേ ഇങ്ങനൊന്നും എടുക്കുന്നത്. യേശു എല്ലാവരും അവരോട് എല്ലാം പ്രദർശിപ്പിക്കാനാണ് വരുന്നത്. ആരാധനയ്ക്കെന്ന പേര് പ്രദർശനമായി മാറുകയാണ്. ആത്മാർത്ഥതയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന അനുഭവം സഭയ്ക്കകത്ത് നഷ്ടപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. ആമേൻ. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ദൈവം നല്ലൊരു സാരി തന്നു, അത് ഉടുക്കണ്ടെന്നാണോ? കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് എടുത്തുകൊണ്ട് പോകും. സഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കരുത്. അത്രേ പറഞ്ഞുള്ളൂ. അതായിരുന്നു അവർ സ്ഥാപിച്ച വേർപാടെന്ന്. അത് എല്ലാ കാര്യത്തിലും എടുക്കാം. 5 റബ്ബർ ഒന്നിച്ചിട്ടുകൊണ്ടിരിക്കുന്ന മൊബൈലും കൊണ്ടാ തോമാച്ചൻ ഇരിക്കുന്നത്. 5 റബ്ബർ ഇട്ടേക്കോ ഇളകി പോകാതിരിക്കാൻ. അപ്പോഴാണ് അപ്പുറത്ത് കറിയ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റബ്ബർ ഇട്ടുകൊണ്ടവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഞാനൊക്കെ ഇതൊക്കെ തോണ്ടുന്നത് എന്നാണോ? അത് അവനിരിക്കുക, ഇവനിത് നോക്കുക. മറ്റവനാണെങ്കിൽ ആരാധന ഇടയിലും തോണ്ടല, ഇയ്യോബിൻ്റെ നെഞ്ചത്ത് വെച്ചാണ് തോണ്ടുന്നത്. ആരാധനയുടെ ഇടയിൽ ഇവന് തോണ്ടല, ഇയ്യോബിൻ്റെ നെഞ്ചത്ത് വെച്ച. കാരണം ഇയ്യോബിൻ്റെ നെഞ്ചത്ത് വെച്ചവൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ തോണ്ടൽ തിരുമേശ അടുത്തോട്ട് വരുമ്പോൾ ലാസ്റ്റ് തിരുമേശ വരുന്നു, സീ യു ലേറ്റർ. ക്രൂശിന്മേൽ എന്തൊരു സങ്കടമാണെന്നറിയാവുന്ന. എല്ലാം പ്രകടനമായി മാറിക്കൊണ്ടിരിക്കുക, എല്ലാം ഇടർച്ചയായി മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഇതൊന്നും വേണ്ടെന്നാണോ? സഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കാതിരിക്കാൻ അവർ ആ സമയത്ത് വേണ്ടാന്ന് വെച്ചു. വേർപാട്, മറ്റൊരുത്തന് ഇടർച്ച ഉണ്ടാക്കരുത്, അത്രേ ചിന്തിച്ചുള്ളൂ. അവർ പറഞ്ഞു വേർപാട് എല്ലാ കാര്യത്തിലും ഉണ്ട്. 1 ഗ്രാം പൊട്ടുകമ്മല് വിശ്വാസത്തിൽ വന്നപ്പോൾ പറഞ്ഞു തിരുമേശ എടുക്കണം, വേർപാട് പാലിക്കണം, കമ്മൽ മാറിടണം. വീട്ടിൽ ചെന്നപ്പോൾ കെട്ടിയോൻ പറഞ്ഞു, നീ കെട്ടുതാലി പൊട്ടിച്ചിട്ട് ഇതിനകത്ത് വന്നാൽ നിന്നെ ഉത്തരത്തിൽ കെട്ടി തൂക്കുപടി എന്ന് ഭർത്താവ് പറഞ്ഞു. അമ്മച്ചി ഒരാഴ്ച പോയിട്ട് ക്ഷമിച്ചു. പിറ്റേ ആഴ്ച എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കെട്ടിയാലും അടിച്ചാലും തൂക്കിയാലും എന്നെ കൊന്നാലും എനിക്ക് തിരുമേശ എടുക്കണം, എനിക്ക് നിത്യ പ്രാപിക്കണമെന്ന് പറഞ്ഞ് 1 ഗ്രാം പൊട്ടുകമ്മൽ പോലും ഊരി ഭർത്താവിൻ്റെ അടിയും കൊണ്ട് വില കൊടുത്ത കുഞ്ഞമ്മ സഭയിലിരിക്കുമ്പോഴാണ് ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ 2 ലിറ്റർ പെയിൻറ്റും വാരി അടിച്ച് ഇതെല്ലാം അങ്ങോട്ട് വാരിയിട്ട് വലിച്ചിട്ട് 1000 രൂപ സഞ്ചിയിലിട്ട് വെക്കുമ്പോൾ അവിടെ എണ്ണാക്കലും തിരുമേശ വെച്ച് കൊടുത്താൽ വില കൊടുത്തവർക്കിടർച്ചയാ. അതുകൊണ്ട് ദൈവദാസന്മാർ സ്വർഗത്തിൽ പോത്തില്ലെന്നല്ല പറഞ്ഞേ. അതുകൊണ്ട് അവർ പറയും, ഞങ്ങളുടെ സഭയ്ക്കൊരു വേർപാടുണ്ട്, ഇവിടെ വില കൊടുത്തവരിയ്ക്കുന്ന സഭയാണ്, ഇവിടെ ഒരു കലക്കം ഉണ്ടാക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ളവർ കൊടുക്കുന്ന കൂട്ടായ്മകൾ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്, നിങ്ങൾ ദയവായിട്ട് അവിടെ പോയി എടുക്കണം, ഞങ്ങളുടെ സഭയ്ക്കൊരു വേർപാടുണ്ട്. അത് പക്വതയും പരിജ്ഞാനമുള്ള ദൈവദാസന്മാരെ, സഞ്ചി മോഹിക്കാത്തവരെ അങ്ങനെ പറയും. സഞ്ചി മോഹിക്കുന്നവർ പറയും, ഇപ്പം പണ്ടത്തെ കടുംപിടുത്തം കൊണ്ടിരുന്നാലൊന്നും നടക്കത്തില്ല, അത് എങ്ങനെയാലും. ഇത് രണ്ടും ഇന്നുണ്ട്. വേർപാട് അന്നും ഇന്നും പാലിക്കുന്നവരുണ്ട്, ഒഴുക്കമട്ടി പോകുന്നവരുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ പോത്തില്ലെന്നൊന്നും ഒരു ഉപദേശിമാരും പഠിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മാല ഇട്ടുകൊണ്ട് ചെന്നു, സ്വർഗത്തിൽ ചെന്നു, മാല ഇട്ടോ ഇറങ്ങടി പുറത്ത്, അങ്ങനെയൊന്നും ആരും പറയുമെന്ന് എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല ഇന്ന് വരെ. ഞാനും ആരെയും പഠിപ്പിക്കാറില്ല. പക്ഷേ ദൈവസഭയ്ക്കൊരു വേർപാടുണ്ട്. ആ വേർപാട് ഇടർച്ച ഉണ്ടാക്കാതിരിക്കാനായിരുന്നു. ഇന്നും ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അത് അന്ന് മാത്രമല്ല, ഇന്നും പള്ളിക്കകത്ത് കലക്കം ഉണ്ടാക്കി ഉപദേശിയുടെ കൊങ്ങാക്കി പിടിക്കുന്നവനെല്ലാം കയറി ഇരിപ്പുണ്ടല്ലോ, ഇവനൊക്കെ അയ്യോ കഷ്ടം. മടങ്ങി വരാം. അപ്പോൾ ദൈവസഭയ്ക്കൊരു വേർപാടുണ്ട്. ആ വേർപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ ലോകത്തിൽ നിന്നൊരു വേർപാടുണ്ട്. ആ വേർപാടിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. എന്താ പറയുന്നത്? ആമേൻ. നിങ്ങളിൽ ഒരുത്തൻ അറിവുള്ളവൻ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് ഒരു ബലഹീന സഹോദരൻ കണ്ടാൽ അവനും അത് ചെയ്യാൻ തുനിഞ്ഞാൽ നീ നിമിത്തം അവൻ നശിച്ചു പോകുമ്പോൾ നീ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. നമ്മൾ നിമിത്തം ഒരുത്തൻ പോലും ഇടറിപ്പോകുവാൻ ഇടയാകാതിരിക്കാത്ത ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് വേർപാടിൻ്റെ ജീവിതം. ഇതൊക്കെ ദൈവസഭയെ പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് വരുന്നവനെയെല്ലാം കോലം കണ്ടു കഴിഞ്ഞാൽ ഉപദേശിയുടെ മക്കൾ പോലും മുട്ടനാടിൻ്റെ താടി പോലെ ഒരു കഷ്ണം ചുണ്ടത്തും ദോശക്കല്ലേ മാവ് വരത്തിയ പോലെ ഉച്ചിയെ മുടിയും വെച്ച് മരം കൊത്തിയിരിക്കുന്ന പോലെയാണ് ഗിറ്റാറും പിടിച്ചുകൊണ്ട് പാടുന്ന പാട്ടോ നിന്റെ രൂപവും ഭാവവും
എന്നിലാകട്ടെ എന്ന് പറഞ്ഞാൽ യേശു ഈ കോലവാരെന്നാണ് ഇവൻ പാടുന്നത്. നിന്റെ രൂപം ഭാവമാണ് എന്നിലായെന്ന്. ഇതാ ഇവൻ പഠിക്കുന്നത്. എടാ, ലോക പിള്ളേർ ജീവിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല കുഞ്ഞ്. നിനക്കൊരു വേർപാടുണ്ടെന്ന് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. അല്ല പിള്ളേരൊന്നും ശരിയല്ല, ഇവർ തലതെറിച്ച് നടക്കും, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരുടെ കുറ്റമല്ല, അവർക്ക് അറിയത്തില്ല സെപ്പറേഷൻ എന്താണ്, അവർക്കറിയത്തില്ല വേർപാട് എന്താന്ന്. ഇന്നത്തെ തലമുറയെ അതൊരു പഠിപ്പിച്ചിട്ടുമില്ല. അത് യാഥാർത്ഥ്യമാണ്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും. യഥാർത്ഥമായി ദൈവ കുഞ്ഞുങ്ങൾക്ക് വേർപാട് എന്താണെന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്താൽ, ഞാൻ 100 വട്ടം പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരിക്കും. അവർക്കത് മനസ്സിലാകും. അനുഭവത്തിലാണ് പറയുന്നത്, അവർക്ക് മനസ്സിലാകും. പക്ഷെ അവരോടൊന്നും പറയുന്നില്ല. അവർ നോക്കുമ്പം ഒന്നാമത് ലോകത്തിലെ സിനിമാറ്റിക്കോ നമുക്കില്ല. എന്നാൽ പിന്നെ ഇവിടെയൊക്കെ ഇച്ചിരി 2 ലൈറ്റൊക്കെ ഇങ്ങനെ ബ്ലിങ്കി 2 തുള്ളക്കുമൊക്കെ തുള്ളിയാൽ പാട്ട് മാറുമെന്നല്ലേ ഉള്ളൂ. അവിടെ സിനിമാ പാട്ടിന് പോലെ ഇവിടെ യേശു എന്ന് വിളിച്ചാൽ മതി. ചാട്ടം നടക്കും, അവിടെ നടക്കും, ഇവിടെ നടക്കും. അപ്പം അവിടെ കിട്ടാത്തത് ഇവിടെ ആക്കിയെടുക്കുക എന്നുള്ളതല്ല വേർപാട്. ദൈവ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ വേർപെട്ട് ജീവിക്കേണ്ട പലതുകൊണ്ട് അതിനോട് വേർപെട്ട് ജീവിക്കുന്ന, ലോകത്തിന് അനുരൂപരാകാതെ വേർപെട്ട് ജീവിക്കുന്ന അനുഭവമാണ് വേർപാട്. ഇതാ തീത്തോസിൻ്റെ ലേഖനത്തിലോട്ട് വരുമ്പോൾ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് ആ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടെ വ്യക്തമാക്കി പറയുന്ന ഭാഗത്തിലേക്കും കൂടെ ഒന്ന് ഓടി വരാം. പരിമിതിയുണ്ട് സമയത്തിനെങ്കിലും ഓടി വരാം. വേഗം വായിച്ചാട്ടെ. 2:12 വായിച്ചു. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അപ്പം നമ്മുടെ കുറിവാക്യത്തിൽ പൗലോസ് പറയുന്ന പദവും ഇവിടെ പറയുന്ന പദവും ഒന്ന് തന്നെയാ. എന്താ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത്. അപ്പം നമ്മളെ രക്ഷയിലേക്ക് വിളിച്ചത് മഹത്വം പ്രാപിക്കാനാണ്. ഇവിടെ പറയുന്നു, നമ്മൾ കാത്തിരിക്കുന്നു കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്. രണ്ടും അർത്ഥം ഒന്ന് തന്നെ. അകത്ത് വന്ന നമ്മുടെ മുമ്പിൽ ഒറ്റ പ്രത്യാശയുള്ളൂ, ഇനിയും താമസം വിന നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാൻ വാനമേഘത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. മഹത്വപരമായ ഈ പ്രത്യാശയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. ലോകത്തിനായി വിളിക്കപ്പെട്ടവരല്ല, ദൈവത്തിനായി വിളിക്കപ്പെട്ടവരാണ്. ആകയാൽ എന്ത് പറഞ്ഞു? വായിച്ചോ. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക. അതിന്റെ പേരാ വേർപാട്. പ്രപഞ്ചമോഹങ്ങളെല്ലാം സ്വീകരിപ്പാൻ ദൈവ കുഞ്ഞുങ്ങൾക്ക് അനുവാദമില്ല. പ്രപഞ്ചമോഹങ്ങളെ വർജിക്കുന്ന അനുഭവമാണ് വേർപാട്. വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അത് ഏത്? നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു. ഏത്? 11-ാം വാക്യം വായിച്ചു കൊടുത്തേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. അപ്പൊ എന്താ ഉദിച്ചത്? കൃപ. ആ കൃപയെ കുറിച്ചാണ് താഴോട്ട് പറയുന്നത്. അത് നമ്മെ ശിക്ഷിച്ച്. അപ്പൊ ഇന്നത്തെ കൃപക്കാർക്കെല്ലാം ശിക്ഷയൊന്നുമില്ല, ശിക്ഷിക്കുന്ന കൃപയില്ല. ബൈബിള് പറയുന്നത് ശിക്ഷിച്ചു വളർത്തുന്ന കൃപയാ. മനസ്സിലായോ? ഇന്നത്തെ കൃപ പറയുന്നത് ഒരു ശിക്ഷയുമില്ല, നമ്മൾ പാപം ചെയ്താൽ ശിക്ഷയൊന്നുമില്ല, കൃപയിൽ നിന്ന് കൃപയിലോട്ട് വീഴുകയാണ്. ഇവിടെ പറയുന്നത് ശിക്ഷിച്ച് വളർത്തുന്ന ദൈവകൃപ. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ജീവിക്കുവാൻ വേണ്ടി കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആരാ ഇത് പഠിക്കുന്നത്? ആർക്കാ ഇത് വേണ്ടിയേ? ശിക്ഷിക്കുന്ന കാര്യമൊന്നും പറയരുത്. രക്ഷിക്കുന്ന കൃപ മാത്രം മതി, ശിക്ഷിക്കുന്ന കൃപ വേണ്ട. അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. വളരുന്നതുണ്ട്, വളർത്തുന്നതുണ്ട്. തെരുവിൽ വളരുന്ന പിള്ളേരുണ്ട്, നമ്മൾ വളർത്തുന്ന മക്കളുണ്ട്. തെരുവിൽ വളരുന്ന പിള്ളേർക്ക് എവിടെയും പോകാം, എവിടെയും കിടക്കാം, എങ്ങനെ ഉറങ്ങാം, ഏത് കുപ്പത്തൊട്ടിൽ നിന്നും തിന്നാം, എന്തും കഴിക്കാം, എങ്ങനെയും അത് വളരുകയാണ്. എന്നാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ട്. വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് കയറി ഇറങ്ങി തോന്നുന്നിടത്തെല്ലാം പോയി തോന്നുന്നതെല്ലാം വാരി തിന്നാൻ ഒക്കത്തില്ല. സമയത്ത് ഭക്ഷണം കൊടുക്കും, സമയത്ത് അതിനെ അനുസരിപ്പിക്കുക, സമയത്ത് ഉറക്കും, സമയത്ത് അതിന് വേണ്ടുന്ന ചെയ്തു കൊടുക്കും. തെറ്റ് കാണിച്ചാൽ വടിയെടുത്ത് 2 തല്ലും കൊടുക്കും. ശിക്ഷിച്ച് അതിനെ വളർത്തുന്നു. ദൈവം നമ്മെ വളർത്തുക, കൃപയാൽ നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണ്. നമ്മളങ്ങ് വളരുകയല്ല. ചിലരങ്ങ് വളരാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് വല്ല കാർമ്പന്മാരോ സായിപ്പന്മാരോ ഒക്കെ ഇൻ്റർനെറ്റിൽ പറയുന്ന പ്രസംഗമെല്ലാം കാണാതെ പഠിച്ച് മലയാളത്തിലടിച്ച് എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകളൊക്കെ പ്രസംഗിച്ച് ഓരോന്ന് വളരാൻ ശ്രമിക്കുക. വളരുകയല്ല, കൃപയിൽ ആശ്രയിച്ച് ദൈവം നമ്മെ വളർത്തുക, ശിക്ഷിച്ചു വളർത്തുക. കൃപയുടെ ശിക്ഷണത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്തിനാ? പ്രപഞ്ചമോഹങ്ങളെ വർജിച്ചിട്ടൊരു ജീവിതം നയിപ്പാൻ ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുക.
അപ്പോൾ ദൈവ കുഞ്ഞുങ്ങൾക്ക് ലോകത്തിലൊരു വേർപാടുണ്ട്. ഈ വേർപാടിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ആമേൻ. അപ്പോൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു വേണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. അകത്തു വന്നവരെങ്ങനെയും ജീവിക്കാൻ പ്രമാണമില്ല ദൈവമക്കളെ. അകത്തു വന്നവരെങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് വാക്കിനാലും ലേഖനത്താലും ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവനാണ് മഹത്വം പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 2-ാം ലേഖനം 9-ാം വാക്യത്തിൽ നമ്മൾ ആദ്യ സെക്ഷനിൽ വായിച്ചൊരു പദമുണ്ട്, ഉപദേശത്തിൽ നിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. ക്രിസ്തുവേശുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവനോ ദൈവമുണ്ട്, ഉപദേശത്തിൽ നിൽക്കാത്തവനോ ദൈവമില്ല. അപ്പോൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നാം മഹത്വം പ്രാപിപ്പാൻ.